ബ്ലാക്ക് ഹോളോയുടെ ഹൃദയത്തിൽ സമയത്തിന് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. അത് കലണ്ടറുകളിലോ ക്ലോക്കുകളിലോ ആയിരുന്നില്ല അടയാളപ്പെടുത്തിയിരുന്നത്, മറിച്ച് പിക്കാസുകളുടെ ശബ്ദത്തിലും കൽക്കരിയുടെ നേർത്ത പൊടി ശ്വാസകോശങ്ങളിൽ അടിയുമ്പോഴുള്ള നേർത്ത വേദനയിലും, പിന്നെ ഓരോ ദിവസവും ഖനിയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഇരുട്ട് കനക്കുന്നതിലുമായിരുന്നു. ആകാശത്തെ മറന്നൊരു ലോകമായിരുന്നു അത്. സൂര്യരശ്മിക്ക് പകരം തലയിൽ കെട്ടിയ വിളക്കുകളുടെ മങ്ങിയ വെളിച്ചം മാത്രം വഴികാട്ടി. നൂറുകണക്കിന് മനുഷ്യർ ആഴങ്ങളിൽ ജോലി ചെയ്തു. അവരുടെ വിയർപ്പും രക്തവും ആ മണ്ണിനെ നനച്ചു. മാർസല്ലി സിൻഡിക്കേറ്റിന്റെ കീഴിൽ ആ ഖനി ഒരു ജോലിസ്ഥലം എന്നതിലുപരി ഒരു തടവറയായിരുന്നു. ലൂക്കാ റൊമാനോയ്ക്ക് ഈ ലോകം പരിചിതമായിരുന്നു. അവന്റെ കൈകളിലെ തഴമ്പുകൾ ഖനിയുടെ ഭിത്തികളിലെ കൽക്കരിപ്പാടുകൾ പോലെ കടുത്തിരുന്നു. അവൻ അധികം സംസാരിക്കാറില്ലായിരുന്നു. വാക്കുകൾക്ക് ഇരുട്ടിൽ വലിയ വിലയില്ലെന്ന് അവൻ എന്നോ പഠിച്ചിരുന്നു. അവന്റെ ചലനങ്ങൾ കൃത്യവും അളന്നു മുറിച്ചതുമായിരുന്നു. ഒരു തരി ഊർജവും പോലും പാഴാക്കാൻ അവനില്ലായിരുന്നു. ഓരോ തവണ പിക്കാസ് കൽക്കരിയിൽ ആഴ്ന്നിറങ്ങുമ്പോഴും അവൻ കേട്ടിരുന്നത് പാറ പൊടിയുന്ന ശബ്ദമായിരുന്നില്ല, മറിച്ച് തടവറയുടെ അഴികൾ കൂടുതൽ ബലപ്പെടുന്നതിന്റെ മാറ്റുലിയായിരുന്നു. അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരുതരം നിസ്സംഗതയുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിൽ പുറം ലോകത്തെക്കുറിച്ചുള്ള ഒരു കനൽ എരിഞ്ഞുകൊണ്ടിരുന്നു. കടലിന്റെ മണമുള്ള കാറ്റും ചൂടുള്ള സൂര്യരശ്മിയും കാരിനടിയിൽ പുൽനാമ്പുകളുടെ സ്പർശനവുമുള്ളൊരു ലോകം. ആ ലോകം അവനൊരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അവന്റെ സ്വപ്നങ്ങളിൽ അത് ജീവിച്ചു. അവന്റെ നിശബ്ദതയുടെ മടുഭാഗമായിരുന്നു മാർക്കോ. മാർക്കോയുടെ ചുണ്ടുകളിൽ എപ്പോഴും ഒരു ചിരിയുടെ നേർത്ത നിഴലും കണ്ണുകളിൽ കെടാത്തൊരു തിളക്കവുമുണ്ടായിരുന്നു. അവനാണ് സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. വിശ്രമിക്കാൻ കിട്ടുന്ന അപൂർവ നിമിഷങ്ങളിൽ അവർ ഒരുമിച്ചിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ മാർക്കോ പറയും, ലൂക്ക, ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകും, ഈ കരിയുടെ മണമില്ലാത്തൊരിടത്തേക്ക്. അവിടെ നമുക്ക് ശ്വാസം മുട്ടാതെ ഉറങ്ങാം. കടല് കാണണം, അതിന്റെ തിരമാലകളുടെ ശബ്ദം കേൾക്കണം. ആരും നമ്മളെ ഭരിക്കാനില്ലാത്തൊരിടം. ലൂക്ക ഒന്നും മിണ്ടാതെ കേട്ടിരിക്കും. അവന്റെ കണ്ണുകൾ ദൂരേക്ക് നോക്കും, തുരങ്കത്തിന്റെ ഇരുണ്ട അറ്റത്തേക്ക്. ആ ഇരുട്ടിനപ്പുറം മാർക്കോ പറയുന്ന ലോകമുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. മാർക്കോയുടെ വാക്കുകളായിരുന്നു അവന്റെ പ്രതീക്ഷയുടെ ഇന്ധനം. അവർ വെറും സഹപ്രവർത്തകരായിരുന്നില്ല, സഹോദരന്മാരായിരുന്നു. ഒരേ നരകത്തിൽ ജനിച്ച് ഒരേ ചങ്ങലകളാൽ ബന്ധപ്പെട്ടവർ. മാർസില്ലി സിൻഡിക്കേറ്റിന്റെ കാവൽക്കാർ തോക്കുകളുമായി തുരങ്കങ്ങളുടെ വക്കുകളിൽ നിഴലുകൾ പോലെ നിന്നു. അവരുടെ നോട്ടം കൽക്കരിയേക്കാൾ തണുത്തതായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും കഠിനമായ ശിക്ഷയായിരുന്നു ഫലം. ഭക്ഷണം റേഷൻ പോലെയായിരുന്നു, അതിജീവിക്കാൻ മാത്രം. പലരും കാലക്രമേണ ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകളിലെ പ്രകാശം എന്നോ അണഞ്ഞുപോയിരുന്നു. പിക്കാസിന്റെ താളത്തിൽ ലയിച്ച് സ്വന്തം ആത്മാവിനെ കൽക്കരിക്ക് വിറ്റ ജഡങ്ങളെപ്പോലെ അവർ നീങ്ങി. പക്ഷേ ലൂക്കായും മാർക്കോയും വ്യത്യസ്തരായിരുന്നു. ഓരോ ദിവസവും അവർ ഖനിയിൽ നിന്ന് തിരികെ കയറുമ്പോൾ അവരുടെ ശരീരങ്ങൾ തളർന്നിരുന്നെങ്കിലും മനസ്സിൽ രക്ഷപ്പെടാനുള്ള പദ്ധതികൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരുന്നു. അവർ നമ്മളെക്കാൾ ശക്തരാണ്, പക്ഷേ നമ്മളെപ്പോലെ അവർക്ക് ഈ തുരങ്കങ്ങൾ അറിയില്ല. ഓരോ വിള്ളലും ഓരോ വളവും നമുക്കറിയാം. ഇതാണ് നമ്മുടെ ആയുധം. ഒരു രാത്രി തങ്ങളുടെ ഇടുങ്ങിയ കിടക്കയിൽ കിടക്കുമ്പോൾ മാർക്കോ പതിയെ പറഞ്ഞു, ലൂക്ക, ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകും, ഈ കരിയുടെ മണമില്ലാത്തൊരിടത്തേക്ക്. അവിടെ നമുക്ക് ശ്വാസം മുട്ടാതെ ഉറങ്ങാം. കടല് കാണണം, അതിന്റെ തിരമാലകളുടെ ശബ്ദം കേൾക്കണം. ആരും നമ്മളെ ഭരിക്കാനില്ലാത്തൊരിടം. ലൂക്ക ഒന്നും മിണ്ടാതെ ഇരുന്നു നോക്കി. അവന്റെ മനസ്സിൽ ഖനിയുടെ ഒരു ഭൂപടം തെളിഞ്ഞു. വർഷങ്ങളായി അവൻ മനസ്സിൽ വരച്ചെടുത്തു ഒന്ന്. എവിടെയാണ് കാവൽക്കാർ കുറവ്, ഏതു തുരങ്കമാണ് പഴയതും ഉപയോഗിക്കാത്തതും, എവിടെയാണ് ശബ്ദം ഏറ്റവും കുറവ് പ്രതിധ്വനിക്കുന്നത്, എല്ലാം അവൻ അറിയാമായിരുന്നു. മാർക്കോയുടെ ധൈര്യവും തന്റെ അറിവും ചേർന്നാൽ ആ തടവറ ഭേദിക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. അവരുടെ സ്വപ്നം അതിജീവനത്തെക്കുറിച്ചായിരുന്നില്ല, ജീവിതത്തെക്കുറിച്ചായിരുന്നു. ഒരു കപ്പ് നല്ല കാപ്പി കുടിക്കുന്നതിനെക്കുറിച്ച്, ഒരു പത്രം വായിക്കുന്നതിനെക്കുറിച്ച്,
ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച്, പ്രണയിക്കുന്നതിനെക്കുറിച്ച്. ഒരു സാധാരണ മനുഷ്യന്റെ അവകാശങ്ങൾ അവർക്ക് വിദൂരമായ സ്വപ്നങ്ങളായിരുന്നു. പുറത്തെത്തിയാൽ നമ്മൾ എന്തു ചെയ്യും? മാർക്കോ ചോദിച്ചു. ലൂക്ക ആദ്യമായി മെല്ലെ ചിരിച്ചു. ആ ഇരുട്ടിൽ അതൊരു നേർത്ത പ്രകാശമായി തോന്നി. ആദ്യം ഞാൻ ആകാശം നിറയെ നക്ഷത്രങ്ങളെ കാണും, മതിയാവുന്നതുവരെ. അവരുടെ പദ്ധതികൾക്ക് രൂപം കൈവന്നുകൊണ്ടിരുന്നു. അവർ ഭക്ഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഒളിപ്പിച്ചുവെച്ചു, വെള്ളം ശേഖരിച്ചു. ഖനിയിലെ മറ്റു തൊഴിലാളികളിൽ നിന്ന് അകലം പാലിച്ച് തങ്ങളുടെ ലോകത്ത് അവർ ഒതുങ്ങിക്കൂടി. അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷ മറ്റുള്ളവർ കാണരുതെന്നവർ ആഗ്രഹിച്ചു. കാരണം പ്രതീക്ഷ ഒരു പകർച്ചവ്യാധിയാണ്. അത് കാവൽക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കും. ബ്ലാക്ക് ഹോളോയുടെ ഇരുണ്ട ഗർഭപാത്രത്തിൽ കൽക്കരിയുടെ സമ്മർദ്ദത്തിൽ വജ്രങ്ങൾ രൂപം കൊള്ളുന്നതുപോലെ രണ്ടാത്മാക്കൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള തങ്ങളുടെ സ്വപ്നങ്ങളെ ഉറപ്പിച്ചു. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ കൽക്കരിപ്പൊടിയിൽ കുളിച്ച് തളർന്ന ശരീരവുമായി അവർ മടങ്ങിവരുമ്പോൾ അവർ പരസ്പരം നോക്കി തലയാട്ടും. ആ നിശബ്ദമായ ഉടമ്പടിയിൽ എല്ലാം അടങ്ങിയിരുന്നു. അധികം വൈകില്ല, ഒരുമിച്ച്, അല്ലെങ്കിൽ ഒന്നുമില്ല. അവരുടെ കാത്തിരിപ്പ് അവസാനിച്ചുകൊണ്ടിരുന്നു. ഖനിയുടെ അന്തരീക്ഷം പതിവിലും അധികം കനത്തതായി തോന്നി, വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചന പോലെ. അതൊരു സാധാരണ ദിവസം പോലെയാണ് തുടങ്ങിയത്. പിക്കാസുകളുടെ ശബ്ദം ഒരു ഹൃദയമിടിപ്പ് പോലെ തുരങ്കങ്ങളിൽ മുഴങ്ങി. വായുവിൽ കൽക്കരിപ്പൊടിയുടെ കനത്ത ഗന്ധം നിറഞ്ഞിരുന്നു. തലയിലെ വിളക്കുകളുടെ ഇടുങ്ങിയ പ്രകാശവലയത്തിനപ്പുറം ഇരുട്ട് ഒരു ജീവനുള്ള വസ്തുവിനെപ്പോലെ പതുങ്ങി നിന്നു. ലൂക്ക പതിവ് പോലെ ജോലിയിൽ മുഴുകിയിരുന്നു. അവന്റെ മാംസപേശികൾ യന്ത്രം പോലെ ചലിച്ചു. എന്നാൽ അന്ന് എന്തോ ഒരു അസ്വസ്ഥത അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു. ഖനിയുടെ ആഴങ്ങളിൽ നിന്ന് വരുന്ന മുഴക്കങ്ങൾക്ക് ഒരസാധാരണത്വമുള്ളതുപോലെ. പരിചയസമ്പന്നരായ ഖനിത്തൊഴിലാളികൾ ഇടയ്ക്ക് പണി നിർത്തി ഭൂമിയുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള ആ നേർത്ത വിറയലുകൾക്ക് കാതോർത്തു. കാവൽക്കാർ പോലും അക്ഷമരായി കാണപ്പെട്ടു. മാർക്കോ ലൂക്കയുടെ അരികിലേക്ക് നീങ്ങിവന്നു. അവന്റെ മുഖത്ത് പതിവുള്ള ചിരിയുണ്ടായിരുന്നില്ല. ഭൂമിക്കിന്ന് വിശക്കുന്നതുപോലെ അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇങ്ങനെയുള്ള ദിവസങ്ങളെയാണ് പഴയവർ ഭയന്നിരുന്നത്. ലൂക്ക മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ അവന്റെ കണ്ണുകൾ തുരങ്കത്തിന്റെ ഭിത്തികളിലെ വിള്ളലുകളിലൂടെ ഓടി നടന്നു. മുകളിൽ നിന്ന് നേർത്ത പൊടി അടർന്നു വീഴുന്നുണ്ടായിരുന്നു. വായുവിന്റെ മർദ്ദത്തിലൊരു വ്യത്യാസം അനുഭവപ്പെട്ടു. ചെവികൾ അടയുന്നതുപോലെ. എല്ലാവർക്കും അത് അനുഭവപ്പെട്ടു. പിക്കാസുകളുടെ ശബ്ദം കുറഞ്ഞു. പകരം ഭയം നിറഞ്ഞ നിശബ്ദത ആ ഇടനാഴികളെ ഭരിച്ചു. അപ്പോഴാണ് അതുണ്ടായത്. ആദ്യം കേട്ടത് ഒരു ഡീപ്പ് മുരൾച്ചയാണ്. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നൊരു ഭീകര ജീവി ഉണരുന്നതുപോലെ. അത് ശക്തമായി നിമിഷങ്ങൾക്കുള്ളിലൊരു കാതടപ്പിക്കുന്ന സ്ഫോടനമായി മാറി. ശബ്ദം എല്ലാത്തിനെയും വിഴുങ്ങി. ലൂക്കയെയും മാർക്കോയെയും ഒരദൃശ്യശക്തി പിന്നോട്ടു തള്ളിയിട്ടു. അവർ പാറക്കെട്ടുകളിൽ ചെന്നിടിച്ചു. തലയിലെ വിളക്ക് ഒരു നിമിഷം അണഞ്ഞു. ചുറ്റും കൂരിരുട്ട് നിറഞ്ഞു. പിന്നെ ആ ഇരുട്ടിൽ ചുവന്ന വെളിച്ചം മിന്നിമറഞ്ഞു. ദൂരെ ഖനിയുടെ ഒരു ഭാഗം അഗ്നിഗോളമായി മാറിക്കൊണ്ടിരുന്നു. ചൂടിന്റെ ഒരു ഭീമാകാല തിരമാല തുരങ്കത്തിലൂടെ പാഞ്ഞുവന്നു. ശ്വാസമെടുക്കാൻ പോലും കഴിയാത്തത്ര കനത്ത പൊടിപടലങ്ങൾ. ചുമരുകൾ വിറച്ചു. മുകളിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ അടർന്നു വീഴാൻ തുടങ്ങി. ഖനിയുടെ താങ്ങുകൾ ഒടിയുന്നതിന്റെ ഞെട്ടിക്കുന്ന ശബ്ദം കേട്ടു. അതൊരു നരകമായിരുന്നു. എവിടെ നിന്നൊക്കെയോ നിലവിളികൾ ഉയർന്നു. പക്ഷേ അവയെല്ലാം ആ ഭീകരമുഴക്കത്തിൽ മുങ്ങിപ്പോയി. ലൂക്ക നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവന്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു. കൈകൾ കൊണ്ട് തപ്പി നോക്കിയപ്പോൾ ഭാഗ്യവശാൽ അവന്റെ വിളക്ക് വീണ്ടും തെളിഞ്ഞു. അതിന്റെ നേർത്ത വെളിച്ചത്തിൽ അവൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. പൊടിപടലങ്ങൾക്കിടയിൽ മനുഷ്യരൂപങ്ങൾ പിടയുന്നു. ചിലർ നിശ്ചലമായി കിടക്കുന്നു. രക്ഷപ്പെടാനുള്ള വഴി അടഞ്ഞിരുന്നു. തീയും പുകയും ആ ഭാഗം മുഴുവൻ വിഴുങ്ങിയിരുന്നു. ലൂക്ക, മാർക്കോ എന്ന ശബ്ദം പൊടിമഞ്ഞിനിടയിലൂടെ ഒഴുകിയെത്തി. ലൂക്ക ശബ്ദം കേട്ട ദിശയിലേക്ക് തിരിഞ്ഞു. ഏതാനും വാരാകലെ മാർക്കോ ഒരു പാറയുടെ മറവിൽ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ വിളക്കും കത്തിയിരുന്നു. അവൻ ലൂക്കയ്ക്ക് നേരെ കൈവീശി. ലൂക്ക വേഗം അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നമ്മുടെ വഴി അടഞ്ഞു, മാർക്കോ ചുമച്ചുകൊണ്ട് പറഞ്ഞു. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അപ്പോഴാണ് ലൂക്ക അത് ശ്രദ്ധിച്ചത്. കാവൽക്കാർ പരിഭ്രാന്തരായിരുന്നു. അവരുടെ പതിവ് സ്ഥാനങ്ങളിൽ ആരുമുണ്ടായിരുന്നില്ല. ചിലർ സ്ഫോടനത്തിൽപ്പെട്ടിരിക്കാം. മറ്റുള്ളവർ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഖനിയുടെ നിയന്ത്രണ സംവിധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു.
എല്ലാവരും മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു. ലൂക്ക മാർക്കോയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നിമിഷം ആ നരകത്തിന്റെ ഹൃദയത്തിൽ വെച്ച് അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. വർഷങ്ങളായി അവർ കണ്ട സ്വപ്നം, സംസാരിച്ച പദ്ധതികൾ എല്ലാം ആ ഒരു നോട്ടത്തിൽ തെളിഞ്ഞു. വാക്കുകളുടെ ആവശ്യമായിരുന്നില്ല. ഇത് വെറുമൊരു ദുരന്തമായിരുന്നില്ല, ഇതൊരു അവസരമായിരുന്നു. അപകടം നിറഞ്ഞ, കുഴഞ്ഞുമറിഞ്ഞ, എന്നാൽ അവർ കാത്തിരുന്ന ഒരേ ഒരു അവസരം. ഒന്നുകിൽ ഈ തകർന്ന തുരങ്കത്തിൽ കുടുങ്ങി മരിക്കുക, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഓടുമ്പോൾ മരിക്കുക. മാർക്കോയുടെ കണ്ണുകളിൽ ഭയത്തോടൊപ്പം ഒരുതരം ആവേശവും ലൂക്ക കണ്ടു. ഇതാണ് സമയം ലൂക്ക, എന്നവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇപ്പോഴല്ലെങ്കിൽ ഒരിക്കലുമില്ല. ലൂക്ക തലയാട്ടി. അവന്റെ ഹൃദയം ശക്തിയായി ഇടിച്ചുകൊണ്ടിരുന്നു. ഭയം അവന്റെ ഞരമ്പുകളിലൂടെ ഒരു തണുത്ത പ്രവാഹമായി പാഞ്ഞു. പക്ഷെ അതിനേക്കാൾ ശക്തമായിരുന്നു അവന്റെ നിശ്ചയദാർഢ്യം. മാർക്കോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, പോകാം. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്ന ദിശയിലേക്ക് നീങ്ങുന്ന തൊഴിലാളികളെയും കാവൽക്കാരെയും അവർ അവഗണിച്ചു. അവർ തിരിഞ്ഞു. ഖനിയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക്, ആരും ഉപയോഗിക്കാത്ത, അപകടം പതിയുന്ന പഴയ തുരങ്കങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങി. അവരുടെ പദ്ധതി അതായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ, ഇരുട്ടിന്റെ മറവിൽ, ഭൂമിയുടെ കുടലുകളിലൂടെ പുറത്തേക്കൊരു വഴി കണ്ടെത്തുക. സ്ഫോടനത്തിന്റെ ശബ്ദവും പുകയും അവർക്ക് മറ നൽകി. ഖനിയുടെ നിലവിളികൾ അവരുടെ കാൽപ്പെരുമാറ്റങ്ങളെ ഒളിപ്പിച്ചു. തീനാളങ്ങൾ അവരുടെ പിന്നിൽ തുരങ്കത്തെ വിഴുങ്ങുമ്പോൾ ലൂക്കായും മാർക്കോയും ഒരു പുതിയ ലോകം സ്വപ്നം കണ്ടിരുട്ടിലേക്ക് ഓടിമറഞ്ഞു. അവരുടെ ശരീരത്തിൽ കൽക്കരിയുടെ പൊടിയും രക്തത്തിന്റെ നേർത്ത പാടുകളുമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കണ്ണുകളിൽ ആദ്യമായി സ്വാതന്ത്ര്യത്തിന്റെ ഒരു തിളക്കമുണ്ടായിരുന്നു. അവർ സഞ്ചരിച്ച തുരങ്കങ്ങൾക്ക് മരണത്തിന്റെ ഗന്ധമായിരുന്നു. കാലങ്ങളായി ആരും ഉപയോഗിക്കാത്ത മറവിലാണ്ട ഇടനാഴികൾ. ചുമരുകളിൽ നിന്ന് തണുത്ത വെള്ളം ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. ഓരോ തുള്ളിയും നിശബ്ദതയിലൊരു പെരുമ്പര പോലെ മുഴങ്ങി. വായുവിൽ ഈർപ്പവും കൽക്കരിയും കലർന്ന ഒരുതരം ഗന്ധം തങ്ങിനിന്നു. സ്ഫോടനത്തിന്റെ ദൂരെയുള്ള മുഴക്കങ്ങൾ നേർത്തു വന്നു പകരം അവരുടെ തന്നെ ഹൃദയമിടിപ്പും കിതപ്പും തുരങ്കങ്ങളിൽ നിറഞ്ഞു. തലയിലെ വിളക്കുകൾ ചലിക്കുന്ന 2 പ്രകാശപ്പൊട്ടുകളായി ഇരുട്ടിൽ നീങ്ങി, ഭയപ്പെടുത്തുന്ന രൂപങ്ങളെ ചുമരുകളിൽ വരച്ചു. ലൂക്ക മുന്നിൽ നടന്നു. അവന്റെ ഓരോ ചുവടും ഉറച്ചതായിരുന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന ആ ഭൂപടം ഇപ്പോൾ അവന്റെ ജീവന്റെ നൂലായിരുന്നു. ഓരോ വളവിലും ഓരോ കവലയിലും അവനൊരു നിമിഷം നിന്നു, കാതോർത്തു, പിന്നെ ശരിയായ ദിശ തിരഞ്ഞെടുത്തു. അവന്റെ നിശബ്ദത മാർക്കോയ്ക്ക് ധൈര്യം പകർന്നു. മാർക്കോ പിന്നിൽ ശ്രദ്ധയോടെ നീങ്ങി, ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി. തങ്ങളുടെ നിഴലുകളല്ലാതെ മറ്റൊന്നും പിന്നിലില്ലെന്നുറപ്പുവരുത്തി. നമ്മൾ എത്താറായെന്ന് തോന്നുന്നു, മാർക്കോ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കാറ്റിനൊരു മാറ്റമുണ്ട്. അത് ശരിയായിരുന്നു. കൽക്കരിയുടെയും ഈർപ്പത്തിന്റെയും ഗന്ധത്തിനപ്പുറം പുല്ലിന്റെയും മണ്ണിന്റെയും നേർത്ത മണം വായുവിൽ കലർന്നു തുടങ്ങിയിരുന്നു. പുറം ലോകത്തിന്റെ ഗന്ധം. അതൊരു വാഗ്ദാനം പോലെയായിരുന്നു. അവരുടെ കാലുകൾക്ക് വേഗത കൂടി. പ്രതീക്ഷ തളർന്ന പേശികളിലേക്ക് പുതിയ ഊർജം പകർന്നു. അവർ ഒരു പഴയ വെന്റിലേഷൻ ഷാഫ്റ്റിന്റെ അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. ഖനിയുടെ ഭൂപടത്തിൽ ഒരു ചെറിയ അടയാളം മാത്രമായിരുന്ന ഒന്ന്. അത് പുറത്തേക്കുള്ള ഏറ്റവും സാധ്യത കുറഞ്ഞ, എന്നാൽ ഏറ്റവും സുരക്ഷിതമായ വഴിയായിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയപ്പോൾ അവർ വെളിച്ചത്തിന്റെ ഒരു നേർത്ത കീറ് കണ്ടു. മങ്ങിയ ചാരനിറത്തിലുള്ള ഒന്ന്. രാത്രിയുടെ വെളിച്ചം. അവർ പരസ്പരം നോക്കി. മാർക്കോയുടെ കണ്ണുകളിൽ ആവേശമല തല്ലി. അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. വർഷങ്ങളായി അവർ കണ്ട സ്വപ്നം ഏതാനും ചുവടുകൾക്കപ്പുറം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അപ്പോഴാണ് അവർ ആ ശബ്ദം കേട്ടത്. സംഭാഷണത്തിന്റെ അവ്യക്തമായ ശകലങ്ങൾ, പിന്നെ ബൂട്ടുകൾ പാറയിൽ ഉരസുന്നതിന്റെ ശബ്ദം. കാവൽക്കാർ. അവർ ആ പുറത്തേക്കുള്ള വഴിക്ക് കാവൽ നിൽക്കുകയായിരുന്നു. സ്ഫോടനത്തിനു ശേഷം എല്ലാ വഴികളും അവർ അടച്ചിരുന്നു. മാർക്കോയും ലൂക്കയും ഒരു പാറയുടെ മറവിലേക്ക് ചാഞ്ഞു ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. വിളക്കുകൾ അണച്ചു. കൂരിരുട്ടിൽ 2 കാവൽക്കാരുടെ നിഴലുകൾ ആ വെളിച്ചത്തിന്റെ കീറിനു മുന്നിൽ ചലിക്കുന്നത് അവർ കണ്ടു. നമ്മൾ എന്തു ചെയ്യും? മാർക്കോയുടെ ശബ്ദം വിറച്ചിരുന്നു. അവർ 2 ഉള്ളൂ, ലൂക്ക മന്ത്രിച്ചു. അവർ ശ്രദ്ധിക്കുന്നതിനു മുൻപ് നമുക്കോടണം, ഒരേ സമയം. അതൊരു ജൂതുകളിയായിരുന്നു. പക്ഷേ തിരിച്ചുപോകാൻ ഒരു വഴിയുമില്ലായിരുന്നു. ലൂക്ക
3 വരെ എണ്ണി. 3-ാമത്തെ എണ്ണത്തിൽ അവർ ഒരുമിച്ച് ആ പാറയുടെ മറവിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. കാവൽക്കാർ ഞെട്ടിത്തിരിഞ്ഞു. ടോയ്, അവിടെ നിൽക്ക്! ഒരലർച്ച തുരങ്കത്തിൽ മുഴങ്ങി. അവർ നിന്നില്ല. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഇടുങ്ങിയ വഴി ലക്ഷ്യമാക്കി അവർ സർവ്വശക്തിയും എടുത്തോടി. അവരുടെ പിന്നിൽ തുരങ്കം ഒരു വെടിയൊച്ചയാൽ വിറച്ചു. വെടിയുണ്ടകൾ അവർക്ക് ചുറ്റുമുള്ള പാറകളിൽ തട്ടിച്ചിതറി. ആ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ആവർത്തിച്ചു. വെളിച്ചമടുത്തു വന്നു. തണുത്ത കാറ്റ് അവരുടെ മുഖത്തടിച്ചു. അവരെത്താറായിരുന്നു. പെട്ടെന്ന് മാർക്കോയുടെ വായിൽ നിന്നൊരു ഞരക്കം പുറത്തുവന്നു. അവന്റെ ഓട്ടത്തിന്റെ താളം തെറ്റി. അവൻ മുന്നോട്ടാഞ്ഞു വീണു. മാർക്കോ! ലൂക്ക ഭയത്തോടെ അലറി. അവൻ തിരിഞ്ഞുനിന്നു. പിന്നാലെ വരുന്ന വെടിയൊച്ചകളെ അവഗണിച്ച് അവൻ മാർക്കോയുടെ അടുത്തേക്കോടി. മാർക്കോ നിലത്ത് കമിഴ്ന്നു കിടക്കുകയായിരുന്നു. ലൂക്ക അവനെ മലർത്തിക്കിടത്തി. അവന്റെ നെഞ്ചിൽ, ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു കടും ചുവപ്പ് നിറം പടർന്നുകൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ വേദന കൊണ്ടടഞ്ഞു. എഴുന്നേൽക്ക് മാർക്കോ, നമ്മൾ എത്താറായി. ലൂക്ക അവന്റെ തോളിൽ പിടിച്ചു കുലുക്കി. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. മാർക്കോ ചുമച്ചു. വായിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്നു. അവനൊരു പ്രയാസപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വരില്ല ലൂക്ക. എന്റെ ശബ്ദം ഒരു നേർത്ത മന്ത്രം പോലെയായിരുന്നു. അവന്റെ കണ്ണുകൾ ലൂക്കായുടെ മുഖത്ത് പതിഞ്ഞു. ആ നോട്ടത്തിൽ വേദനയും നിരാശയും പിന്നെ അഗാധമായ സ്നേഹവുമുണ്ടായിരുന്നു. നീ പോകണം, മാർക്കോ പറഞ്ഞു. ഓരോ വാക്കും ഒരു പോരാട്ടം പോലെയായിരുന്നു. എന്നെ വിട്ടേക്ക്, രക്ഷപ്പെട്. ഇല്ല, ഞാൻ നിന്നെ വിട്ടുപോകില്ല. ലൂക്കായുടെ കണ്ണുനീർ മാർക്കോയുടെ മുഖത്തേക്ക് ഇട്ടുവീണു. കാവൽക്കാരുടെ ശബ്ദം അടുത്തുവന്നു. അവരുടെ വിളക്കുകളുടെ വെളിച്ചം തുരങ്കത്തിന്റെ വളവിൽ കാണാമായിരുന്നു. മാർക്കോ തന്റെ അവസാനത്തെ ശക്തിയും സംഭരിച്ച് ലൂക്കായുടെ ഷർട്ടിൽ പിടിച്ചു. പോകൂ സഹോദര. എന്റെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. നമ്മളിൽ ഒരാളെങ്കിലും സ്വതന്ത്രനായി ജീവിക്കണം എന്നാ വാക്കുകൾ ലൂക്കയുടെ ഹൃദയത്തിൽ ഒരു വെടിയുണ്ടയേക്കാൾ ആഴത്തിൽ തുളച്ചു കയറി. മാർക്കോയുടെ കൈകൾ അഴഞ്ഞു. അവന്റെ കണ്ണുകളിലെ പ്രകാശം എന്നേക്കുമായി അണഞ്ഞു. ലൂക്ക നിശ്ചലനായി അവിടെയിരുന്നു. ലോകം അവനു ചുറ്റും നിലച്ചതുപോലെ. പിന്നെ കാവൽക്കാരുടെ അലർച്ച അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവന്റെ ഉള്ളിൽ ദുഃഖമൊരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അത് വെറുപ്പും പ്രതികാരദാഹവുമായി മാറി. മാർക്കോയുടെ ജീവനറ്റ ശരീരത്തെ അവസാനമായൊന്ന് നോക്കി അവൻ തിരിഞ്ഞോടി. കണ്ണുനീരിന്റെ മറവിലൂടെ അവൻ പുറത്തേക്കുള്ള വഴി കണ്ടു. ഓരോ ചുവടും ഒരു യുഗമായി തോന്നി. അവൻ തുരങ്കത്തിന്റെ വക്കിലെത്തി. പുറത്തെ മൂടൽമഞ്ഞ് നിറഞ്ഞ രാത്രിയിലേക്ക് സ്വയം വലിച്ചെറിഞ്ഞു. തണുത്ത നനഞ്ഞ പുല്ലിൽ അവൻ മുഖമമർത്തിക്കിടന്നു. ശ്വാസത്തിനായി പിടയുമ്പോൾ അവന്റെ നെഞ്ചിലൊരു ഭാരം വന്നു നിറഞ്ഞു. അവൻ സ്വതന്ത്രനായിരുന്നു. പക്ഷേ അവൻ ഒറ്റയ്ക്കായിരുന്നു. രക്തക്കറ പുരണ്ട, വേട്ടയാടപ്പെടുന്ന, തകർന്നൊരുവൻ. അവർ ഒരുമിച്ചു കണ്ട സ്വപ്നം ഇപ്പോൾ അവന്റെ മാത്രം പേടി സ്വപ്നമായി മാറിയിരുന്നു. ഖനിയുടെ ഇരുട്ടിൽ നിന്ന് അവൻ കാലുകുത്തിയത് മറ്റൊരു തരം ഇരുട്ടിലേക്കായിരുന്നു. മൂടൽമഞ്ഞ് ഒരു ശവക്കച്ചുപോലെ ഭൂമിയെ പൊതിഞ്ഞു. നനഞ്ഞ പുല്ലിന്റെയും മണ്ണിന്റെയും ഗന്ധം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചുകയറി. വർഷങ്ങളായി ശീലിച്ച കൽക്കരിപ്പൊടിയുടെ ഗന്ധത്തെ അത് മായ്ച്ചുകളഞ്ഞു. ഒരു നിമിഷം ആ പുതിയ ഗന്ധം അവനെ ശ്വാസം മുട്ടിച്ചു. അവൻ എഴുന്നേറ്റ് നിന്നു. ശരീരം വേദന കൊണ്ട് പുളഞ്ഞു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. ആ കുന്നഞ്ചെരിവിൽ, ആ തുരങ്കത്തിന്റെ വായിൽ അവൻ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഉപേക്ഷിച്ചു പോന്നിരുന്നു. മാർക്കോയുടെ മുഖം അവന്റെ മനസ്സിലൊരു തീക്കനൽ പോലെ നീറി. നമ്മളിലൊരാളെങ്കിലും സ്വതന്ത്രനായി ജീവിക്കണം. ആ വാക്കുകൾ ഒരു ശാപം പോലെ അവനെ പിന്തുടർന്നു. അവൻ ഓടി, എങ്ങോട്ടെന്നില്ലാതെ. കാലുകൾ അവനെ മുന്നോട്ട് നയിച്ചു. മരങ്ങൾക്കിടയിലൂടെ, കുറ്റിക്കാടുകളിലൂടെ, പരിചിതമല്ലാത്ത വഴികളിലൂടെ. മാർസല്ലിയുടെ ആളുകൾ അവനെ തിരഞ്ഞുവരുമെന്ന് അവൻ അറിയാമായിരുന്നു. രക്ഷപ്പെട്ട ഒരു ഖനിത്തൊഴിലാളി അവരുടെ അധികാരത്തിനേറ്റ അടിയാണ്. അവരത് വെറുതെ വിടില്ല. അവന്റെ പിന്നിൽ വെടിയച്ചകൾ മുഴങ്ങുന്നുണ്ടോ എന്ന് അവൻ പലതവണ കാതോർത്തു. പക്ഷേ മൂടൽമഞ്ഞിന്റെ നിശബ്ദതയല്ലാതെ മറ്റൊന്നും കേട്ടില്ല. പകലും രാത്രിയും അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിശപ്പും ദാഹവും അവനെ തളർത്തി. വഴിയരികിലെ അരുവികളിൽ നിന്ന് വെള്ളം കുടിച്ചു. കാട്ടിലെ പഴങ്ങൾ പറിച്ച് വിശപ്പടക്കി. ഓരോ നിഴലിലും അവൻ ശത്രുവിനെ കണ്ടു. ഓരോ ശബ്ദത്തിലും അപകടം മണത്തു. ഉറക്കം ഒരു വിദൂര സ്വപ്നമായിരുന്നു. കണ്ണടച്ചാൽ മാർക്കോയുടെ രക്തക്കറ പുരണ്ട മുഖമായിരുന്നു തെളിഞ്ഞിരുന്നത്. ഖനിയുടെ ഓർമ്മകൾ, സ്ഫോടനത്തിന്റെ ശബ്ദം, കാവൽക്കാരുടെ അലർച്ചകൾ എല്ലാം ഒരു പേടിസ്വപ്നം പോലെ അവനെ വേട്ടയാടി.
അവന്റെ യാത്ര ഒരു രക്ഷപ്പെടൽ എന്നതിലുപരി ഒരുതരം പ്രായശ്ചിത്തം കൂടിയായിരുന്നു. മാർക്കോയുടെ ജീവന് പകരമായി ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഭാരം അവന്റെ തോളുകളെ തളർത്തി. എത്ര ദിവസങ്ങൾ കടന്നുപോരെന്നവനറിയില്ല. ഒരു പ്രഭാതത്തിൽ ഒരു കുന്നിൻ മുകളിൽ നിന്നപ്പോൾ അവൻ ദൂരെ വെളിച്ചങ്ങൾ കണ്ടു. ഒരു നഗരം. ഉദയസൂര്യന്റെ നേർത്ത കിരണങ്ങളിൽ തിളങ്ങുന്ന കെട്ടിടങ്ങൾ, തുറമുഖത്തു നിന്നുയരുന്ന പുകക്കുഴലുകൾ, പിന്നെ കടലിന്റെ വിദൂരമായ തിളക്കം. അതായിരുന്നു ബെല്ലാവെന്ന. രക്ഷപ്പെട്ട ഖനിത്തൊഴിലാളികൾക്കിടയിൽ കേട്ടുകേൾവിയുള്ള ഒരു സ്ഥലം. അവസരങ്ങളുടെയും അപകടങ്ങളുടെയും നഗരം. അവൻ അവിടെ എത്താൻ പിന്നെയും 2 ദിവസമെടുത്തു. നഗരത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ അവൻ കണ്ടത് പ്രതീക്ഷിച്ച പോലൊരു സ്വർഗമായിരുന്നില്ല. ഇടുങ്ങിയ തെരുവുകൾ, ജീർണിച്ച കെട്ടിടങ്ങൾ, മനുഷ്യരുടെ ബഹളം, വായുവിൽ മീൻചന്തയുടെയും ഉപ്പുവെള്ളത്തിന്റെയും വ്യവസായശാലകളിൽ നിന്നുള്ള പുകയുടെയും ഗന്ധം കലർന്നിരുന്നു. ഖനിയുടെ നിശബ്ദതയിൽ നിന്ന് വന്ന അവന് ആ ശബ്ദഘോഷം അസഹനീയമായി തോന്നി. കാറുകളുടെ ഹോണുകൾ, കപ്പലുകളുടെ സൈറനുകൾ, മനുഷ്യരുടെ കലപിലകൾ, എല്ലാവരും തിരക്കിലായിരുന്നു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. കീറിപ്പറിഞ്ഞ വേഷത്തിൽ കൽക്കരിയുടെയും മണ്ണിന്റെയും കറപുരുണ്ട ഒരു രൂപത്തെ ആരും ഗൗനിച്ചില്ല. ആൾക്കൂട്ടത്തിലെ ഏകാന്തത അവൻ ആദ്യമായി അറിഞ്ഞു. അവൻ തെരുവുകളിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു. അവന്റെ കണ്ണുകൾ ചുറ്റും പരതി. സമ്പന്നരുടെ വലിയ കാറുകൾ കടന്നുപോകുന്ന വീഥികളും പട്ടിണി കിടക്കുന്ന കുട്ടികൾ ഭിക്ഷയാചിക്കുന്ന ചേരികളും അവൻ കണ്ടു. അധികാരവും ദാരിദ്ര്യവും ഒരു കയറിന്റെ 2 അറ്റങ്ങൾ പോലെ ആ നഗരത്തിൽ കെട്ടുപിണഞ്ഞുകിടന്നു. ചിലരുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചിരുന്നു. മറ്റു ചിലരുടെ നോട്ടങ്ങളിൽ അധികാരത്തിന്റെ ധാർഷ്ട്യവും. ഇത് നിയമങ്ങളില്ലാത്ത, അല്ലെങ്കിൽ നിയമങ്ങൾ മറ്റാരോ നിർമ്മിക്കുന്ന ഒരു ലോകമാണെന്ന് അവന് തോന്നി. അവൻ ഒളിക്കാൻ ഒരിടം വേണമായിരുന്നു. അവന്റെ സഹജവാസന അവനെ തുറമുഖത്തേക്ക് നയിച്ചു. തുരുമ്പിച്ച കപ്പലുകളും വലിയ കണ്ടെയ്നറുകളും എപ്പോഴും മീനിന്റെ മണമുള്ള കാറ്റും. ആ വ്യാവസായികമായ അന്തരീക്ഷത്തിന് ഖനിയുമായി എന്തോ ഒരു സാമ്യമുണ്ടായിരുന്നു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വെയർഹൌസിന്റെ ഇരുണ്ട മൂലയിൽ അവൻ അഭയം കണ്ടെത്തി. തകർന്ന ജനലിലൂടെ കടലിന്റെ ഉപ്പുകാറ്റ് അകത്തേക്കടിച്ചു. എലികൾ ഓടി നടക്കുന്ന ശബ്ദവും ദൂരെ നിന്നുള്ള സൈറണുകളുടെ നേർത്ത ഒച്ചയും അവന് കൂട്ടിരുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അതിജീവനത്തിനായുള്ള പോരാട്ടമായിരുന്നു. രാത്രിയുടെ മറവിൽ പുറത്തിറങ്ങി ചന്തകളിൽ നിന്ന് മോഷ്ടിച്ച പഴങ്ങളും റൊട്ടിക്കഷ്ണങ്ങളും കൊണ്ട് അവൻ വിശപ്പടക്കി. അവനൊരു നിഴലായി മാറി. പകൽ സമയങ്ങളിൽ വെയർഹൌസിന്റെ ഇരുട്ടിൽ ഒളിച്ചിരുന്ന് പുറത്തെ ലോകത്തെ നിരീക്ഷിച്ചു. തുറമുഖത്തെ നിയന്ത്രിക്കുന്നവരെ അവൻ കണ്ടു. വില കൂടിയ സ്യൂട്ടുകൾ അണിഞ്ഞ, ഭാവമാറ്റമില്ലാത്ത മുഖമുള്ള ആളുകൾ. അവരുടെ കമ്പനങ്ങൾക്ക് കാത്തുനിൽക്കുന്ന പരുക്കൻ സ്വഭാവമുള്ള അനുയായികൾ. അവരുടെ കണ്ണുകളിൽ ലൂക്ക ഖനിയിലെ കാവൽക്കാരുടെ അതേ ക്രൂരത കണ്ടു. ഒരു ദിവസം ചന്തയിൽ നിന്ന് കേട്ടൊരു സംഭാഷണമാണ് അവന്റെ ലോകം വീണ്ടും തകർത്തത്. 2 കച്ചവടക്കാർ ഭയത്തോടെ സംസാരിക്കുകയായിരുന്നു. മാർസെല്ലിയുടെ ആളുകൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. കവലാണ്ടയുടെ സ്ഥലത്ത് അവർക്കെന്ത് കാര്യം? മാർസെല്ലി. ആ പേര് ലൂക്കയുടെ നെഞ്ചിൽ ഒരു ചുറ്റിക കൊണ്ടടിക്കുന്നതുപോലെ തോന്നി. ബ്ലാക്ക് ഹോളിന്റെ ഉടമസ്ഥർ, അവന്റെ പഴയ യജമാനന്മാർ. അവൻ രക്ഷപ്പെട്ടെന്ന് കരുതിയ നരകത്തിന്റെ നീരാളിപ്പിടുത്തം ഈ നഗരത്തിലും എത്തിയിരിക്കുന്നു. തുറമുഖം നിയന്ത്രിക്കുന്നത് അവരുടെ എതിരാളികളായ കവലാണ്ടി കുടുംബമാണെന്നും അവൻ മനസ്സിലാക്കി. അവനൊരു ചെകുത്താന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ചെകുത്താന്റെ സാമ്രാജ്യത്തിലാണ് എത്തിയിരിക്കുന്നത്. ബെല്ലാവെന്ന ഒരു അഭയകേന്ദ്രമായിരുന്നില്ല, അതൊരു പുതിയ തരം തടവറയായിരുന്നു. 2 ഭീകരസത്വങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ഒരു ചെറിയ ഇര. ആ ഉപേക്ഷിക്കപ്പെട്ട വെയർഹൌസിന്റെ തണുത്ത തറയിലിരുന്ന് തുറമുഖത്ത് തിരമാലകളുടെ ശബ്ദം കേട്ട് ലൂക്ക തിരിച്ചറിഞ്ഞു. അവന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല, അത് തുടങ്ങിയിട്ടേയുള്ളൂ. ഒളിവ് ജീവിതം ലൂക്കയെ ഒരു മൃഗത്തെപ്പോലെയാക്കി. അവന്റെ ഇന്ദ്രിയങ്ങൾ അതീവ ജാഗ്രതയിലായി. നേർത്ത ശബ്ദങ്ങൾ പോലും അവനെ ഞെട്ടിച്ചു. ഓരോ നിഴലിലും അവൻ അപകടം മണത്തു. ഉപേക്ഷിക്കപ്പെട്ട വെയർഹൌസ് അവന്റെ ഗുഹയായി മാറി. പകൽ മുഴുവൻ അവൻ ഇരുട്ടിൽ പതുങ്ങി തകർന്ന ജനലിലൂടെ തുറമുഖത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു. രാത്രിയുടെ മറവിൽ വിശപ്പടക്കാൻ എന്തെങ്കിലും തേടി അവനൊരു പ്രേതത്തെപ്പോലെ തെരുവിലിറങ്ങി. അവന്റെ മനസ്സിൽ മാർക്കോയുടെ അവസാന വാക്കുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യം, എന്തായിരുന്നു ആ വാക്കിന്റെ അർത്ഥം? ഈ ഭയവും വിശപ്പും ഏകാന്തതയുമാണോ സ്വാതന്ത്ര്യം? ബെല്ലാവെന്നയുടെ അധികാരഘടനയെക്കുറിച്ച് അവൻ പതിയെ പഠിച്ചു. നഗരം 2 കുടുംബങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു.
കരയെ, പ്രത്യേകിച്ചും ഖനികളും മറ്റു വ്യവസായങ്ങളും ഭരിച്ചിരുന്നത് മാർസെല്ലി കുടുംബമായിരുന്നു, അവന്റെ പഴയ ശത്രുക്കൾ. കടലിനെ, അതായത് തുറമുഖവും കള്ളത്തടക്കും നിയന്ത്രിച്ചിരുന്നത് കവലാന്റെ കുടുംബവുമായിരുന്നു. ഈ രണ്ട് ശക്തികളും തമ്മിൽ എപ്പോഴും ഒരു ശീതയുദ്ധം നിലനിന്നിരുന്നു. അവരുടെ അതിർത്തികൾ അദൃശ്യമായ രക്തരേഖകളാൽ വരയ്ക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ലൂക്ക നിലയുറപ്പിച്ചിരുന്നത് കവലാണ്ടയുടെ സാമ്രാജ്യത്തിലായിരുന്നു. ഒരു തെറ്റായ ചുവടുവെപ്പ്, ഒരശ്രദ്ധമായ വാക്ക്, അതവന്റെ അവസാനമാകുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രി, പതിവിലും കനത്ത മഴ പെയ്യുന്ന ഒരു രാത്രി, അവന്റെ ഒളിവ് ജീവിതം അവസാനിച്ചു. വിശപ്പ് സഹിക്കവയ്യാതെ അവൻ വെയർഹൌസിൽ നിന്ന് പുറത്തിറങ്ങി. തുറമുഖത്തെ ഒരു ഭക്ഷണശാലയുടെ പിന്നിൽ ഉപേക്ഷിച്ച ഭക്ഷണത്തിനായി പരതുമ്പോൾ പെട്ടെന്ന് രണ്ട് നിഴലുകൾ അവനെ വളഞ്ഞു. അവർ നിശബ്ദരായിരുന്നു. അവരുടെ ചലനങ്ങൾ ഒരു വേട്ടക്കാരൻ്റേതുപോലെയായിരുന്നു. പ്രതികരിക്കാൻ സമയം കിട്ടും മുൻപ് ശക്തമായൊരടി അവന്റെ തലയുടെ പിന്നിൽ വീണു. ലോകം അവന്റെ കൺമുൻപിൽ ഇരുണ്ടു. കണ്ണു തുറക്കുമ്പോൾ അവനൊരു മുറിയുടെ നടുവിലെ കസേരയിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം. വായുവിൽ സിഗാർ പുകയുടെയും വിലകൂടിയ മദ്യത്തിന്റെയും ഗന്ധം തങ്ങി നിന്നു. അവന്റെ മുന്നിൽ ഒരു മേശയ്ക്കു പിന്നിലായി ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രായം 50കളോടടുക്കും. കറുത്ത സ്യൂട്ട്, വെളുത്ത മുടി പിന്നിലേക്ക് ഭംഗിയായി ചീകിവച്ചിരിക്കുന്നു. അയാളുടെ മുഖം ശാന്തമായിരുന്നു. പക്ഷെ അയാളുടെ കണ്ണുകൾക്ക് ഒരു പരുന്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. മുറിയുടെ മൂലകളിൽ നിഴലുകൾ പോലെ മറ്റു 2-3 പേർ നിന്നു. ലൂക്കയുടെ ഹൃദയം ശക്തിയായി ഇടിച്ചു. മാർസെല്ലിയുടെ ആളുകളാണ് തന്നെ പിടിച്ചതെന്ന് അവൻ ഉറപ്പിച്ചു. തന്റെ കഥ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അവൻ കണ്ണുകളടച്ച് മാർക്കോയെ ഓർത്തു. പേടിക്കേണ്ട ചെറുപ്പക്കാരാ, മേശയ്ക്ക് പിന്നിലിരുന്നയാൾ ശാന്തമായും എന്നാൽ അധികാരമുള്ള ശബ്ദത്തിൽ പറഞ്ഞു. നീ മാർസെല്ലിയുടെ കയ്യിലല്ല, എന്റെ കയ്യിലാണ്. ലൂക്ക കണ്ണു തുറന്നു. അവന്റെ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, പകരം ഒരുതരം നിസ്സംഗതയായിരുന്നു. മരണത്തെ പലതവണ മുഖാമുഖം കണ്ടവന്റെ നിസ്സംഗത. നീ ആരാണ്? നിനക്കെന്താണ് എന്റെ സ്ഥലത്ത് കാര്യം? അയാൾ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ ഭീഷണിയുടെ ഒരു സൂചന പോലുമില്ലായിരുന്നു, പകരം കൗതുലമായിരുന്നു. എന്റെ ആളുകൾ നിന്നെ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. ഒരു എലിയെപ്പോലെ പതുങ്ങുന്നു, ഒരു പ്രേതത്തെപ്പോലെ അപ്രത്യക്ഷനാകുന്നു. നീ ഒരു സാധാരണ ഭിക്ഷക്കാരനല്ല. ലൂക്ക ഒന്നും മിണ്ടിയില്ല. വാക്കുകൾ അപകടമാണെന്നവൻ പഠിച്ചിരുന്നു. അവന്റെ നിശബ്ദത ആ മനുഷ്യനെ അലോസരപ്പെടുത്തിയില്ല, മറിച്ച് അയാളിൽ കൂടുതൽ താൽപ്പര്യം ജനിപ്പിച്ചു. അയാൾ എഴുന്നേറ്റ് ലൂക്കയുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കണ്ണുകൾ ലൂക്കയുടെ കൈകളിലേക്ക് നീണ്ടു. ഖനിയിലെ വർഷങ്ങളുടെ അധ്വാനം കൊത്തിയെടുത്ത തഴമ്പുകളിലേക്ക്. ഈ കൈകളൊരു ഭിക്ഷക്കാരൻ്റേതല്ല എന്നയാൾ പറഞ്ഞു. ഇതൊരു തൊഴിലാളിയുടെ കൈകളാണ്, ഒരു പോരാളിയുടെ കൈകൾ. നിന്റെ കണ്ണുകളിൽ ഞാൻ ഭയം കാണുന്നില്ല. മരണത്തെ കാത്തിരിക്കുന്നവന്റെ ശാന്തതയാണ് ഞാൻ കാണുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. അയാൾ ലൂക്കയുടെ നേരെ കുനിഞ്ഞു. നീ ബ്ലാക്ക് ഹോളോയിൽ നിന്ന് വന്നവനാണല്ലേ? മാർസെല്ലിയുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ? ലൂക്ക ഞെട്ടി. ഇയാൾക്ക് എങ്ങനെ അതറിയാം? അവന്റെ മുഖത്തെ ഭാവമാറ്റം ആ മനുഷ്യൻ ശ്രദ്ധിച്ചു. അയാൾ മെല്ലെ ചിരിച്ചു. ബെല്ലവെന്നയിൽ എന്റെ ചെവികളെത്താത്ത ഒരിടവുമില്ല. മാർസെല്ലിയുടെ ഒരു ഖനിയിൽ സ്ഫോടനമുണ്ടായെന്നും ആ കുഴപ്പത്തിനിടയിൽ ഒരുത്തൻ രക്ഷപ്പെട്ടെന്നും ഞാൻ അറിഞ്ഞു. ആ ഭാഗ്യവാൻ നീയാണ്. അയാൾ തിരികെ മേശയുടെ അടുത്തേക്ക് നടന്നു. ഒരു ഗ്ലാസിൽ മദ്യം പകർന്നു. മാർസെല്ലി നിന്നെ തിരികൊണ്ട്, ചെറുപ്പക്കാരാ. നഗരം മുഴുവൻ അവന്റെ ചാരന്മാരുണ്ട്. നീ അധികകാലം ഒളിച്ചിരിക്കില്ല. അവർ നിന്നെ കണ്ടെത്തും. അവർ നിന്നെ കൊല്ലും. ഒരുപക്ഷേ സാവധാനം. അയാൾ ഒരു നിമിഷം നിർത്തി ഗ്ലാസിലെ മദ്യം ഒരിറക്കു കുടിച്ചു. എന്നിട്ട് ലൂക്കയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ആ നോട്ടം തുളച്ചു കയറുന്നതായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം. മുറിയിൽ നിശബ്ദത തങ്ങി നിന്നു. ദൂരെ ഒരു കപ്പലിന്റെ സൈറൺ മുഴങ്ങി. ലൂക്കയുടെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. നീ മാർസെല്ലിയെ വെറുക്കുന്നു. എനിക്കും അവനെ ഇഷ്ടമല്ല. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് പറയാറില്ലേ? അയാൾ പുഞ്ചിരിച്ചു. നിന്നിൽ എന്തോ ഒന്നുണ്ട്. ആ തണുപ്പൻ സ്വഭാവം, ആ നിശ്ചയദാർഢ്യം. എനിക്കതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം. എനിക്കു വേണ്ടി ജോലി ചെയ്യുക. ഞാൻ നിനക്ക് സംരക്ഷണം തരാം, ഭക്ഷണം, പണം, പിന്നെ മാർസെല്ലിയോട് കണക്ക് തീർക്കാനുള്ള ഒരു അവസരവും. ആ വാക്കുകൾ ലൂക്കയുടെ മനസ്സിൽ ആഞ്ഞടിച്ചു. ഇതൊരു വാഗ്ദാനമായിരുന്നില്ല, ഒരു കെണിയായിരുന്നു. ഖനിയിലെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ മറ്റൊരു തടവറയുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. സ്വർണ്ണ അഴികളുള്ള ഒരു കൂട്. പക്ഷേ അയാൾ പറഞ്ഞതിൽ ഒരു സത്യമുണ്ടായിരുന്നു.
താൻ ഒറ്റയ്ക്ക് അതിജീവിക്കില്ല. മാർസെല്ലിയുടെ കൈകൾ നീണ്ടതാണ്. അയാളുടെ പേര് ഡോൺ റഫേൽ കവാലന്നെ എന്നാണ് ലൂക്ക ഊഹിച്ചത്. തുറമുഖത്തിന്റെ അധിപൻ. നീ എന്താ ആലോചിക്കുന്നത്, ഖനി തൊഴിലാളി? ജീവിതമോ മരണമോ? തെരഞ്ഞെടുപ്പ് നിന്റേതാണ് ഇപ്പോൾ. ലൂക്കയുടെ മനസ്സിൽ മാർക്കോയുടെ മുഖം വീണ്ടും തെളിഞ്ഞു. സ്വതന്ത്രനായി ജീവിക്കണം. പക്ഷേ എങ്ങനെ? സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഒരുപക്ഷേ ചിലപ്പോൾ സ്വാതന്ത്ര്യത്തെ പണയം വെക്കേണ്ടി വരും. മാർസെല്ലിയുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദമാണ് അത്തന്റെ ശത്രുവിന്റെ കൂടെ നിന്ന് പോരാടുന്നത്. അതൊരു തരം നീതിയാണ്, മാർക്കോയ്ക്ക് വേണ്ടിയുള്ള നീതി. ലൂക്ക ഡോൺ റഫേലിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ ശബ്ദം മാസങ്ങൾക്ക് ശേഷം ആദ്യമായി ഉറച്ചതായിരുന്നു. ഞാൻ എന്തു ചെയ്യണം? ഡോൺ റഫേലിന്റെ മുഖത്ത് വിജയത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു. അതാണെനിക്ക് കേൾക്കേണ്ടത്. അയാൾ തന്റെ ആളുകളോട് ലൂക്കയുടെ കെട്ടുകൾ അഴിക്കാൻ ആംഗ്യം കാണിച്ചു. ആദ്യം നീ ആ പഴയ കുപ്പായം മാറ്റണം. ഒരു ഖനി തൊഴിലാളി മരിച്ചു, പകരം ഒരു സൈനികൻ ജനിച്ചിരിക്കുന്നു. ഡോൺ റഫേലിന്റെ വാക്കുകൾ മുറിയിലെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നപ്പോൾ ലൂക്കയുടെ ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിക്കുകയും മറ്റൊന്ന് ആരംഭിക്കുകയുമായിരുന്നു. കെട്ടുകൾ അഴിഞ്ഞ കൈകളുമായി അവൻ എഴുന്നേറ്റ് നിന്നു. വർഷങ്ങളുടെ ഖനിവാസത്തിനു ശേഷം ആദ്യമായി ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നതിന്റെ അമ്പരപ്പ് അവന്റെ ചലനങ്ങളിലുണ്ടായിരുന്നു. ഡോണിന്റെ ഒരു ആംഗ്യത്തിൽ കാവൽക്കാരിലൊരാൾ അവനെ മുറിക്ക് പുറത്തേക്ക് നയിച്ചു. അവനെ കൊണ്ടുപോയത് ഒരു വലിയ കുളിമുറിയിലേക്കായിരുന്നു. ചൂടുവെള്ളം അവന്റെ ശരീരത്തിൽ വീണപ്പോൾ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ കൽക്കരിയുടെയും ഭയത്തിന്റെയും പാളികൾ ഉരുകി ഒഴിച്ചുപോകുന്നതായി അവന് തോന്നി. ഓരോ തുള്ളിവെള്ളവും അവന്റെ ഓർമ്മകളെ തൊട്ടുണർത്തി. മാർക്കോ, ഖനി, സ്ഫോടനം, രക്ഷപ്പെടൽ. അവൻ കണ്ണുകളടച്ചു. ആ ചൂടുവെള്ളത്തിലും അവന്റെ ഉള്ളിലെ മരവിപ്പ് മാറിയില്ല. അവനൊരു പുതിയ മനുഷ്യനാവുകയായിരുന്നു. പക്ഷേ പഴയ മനുഷ്യന്റെ മുറിവുകൾ ആത്മാവിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. പുതിയ വസ്ത്രങ്ങൾ അവനായി കാത്തിരുന്നു. കട്ടിയുള്ള തുണികൊണ്ടുള്ള പാൻസും ഒരു വെളുത്ത ഷർട്ടും. കീറിപ്പറിഞ്ഞ കരിപുരണ്ട വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അവൻ അത് ധരിച്ചു. കണ്ണാടിയിൽ കണ്ട പ്രതിബിംബം അവൻ അപരിചിതമായി തോന്നി. ക്ഷൗരം ചെയ്ത മുഖം, ഒതുക്കിയ മുടി, കണ്ണുകൾ മാത്രം പഴയതായിരുന്നു. ആഴമുള്ള, വികാരങ്ങളില്ലാത്ത, ഖനിയുടെ ഇരുട്ട് എന്നേക്കുമായി പതിഞ്ഞുപോയ കണ്ണുകൾ. ഖനിത്തൊഴിലാളിയായ ലൂക്ക റൊമാനോ ആ കണ്ണാടിയിൽ മരിച്ചിരുന്നു. പകരം ആരാണെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു പുതിയ രൂപം നിന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഒരു തരം പരിശീലനകാലമായിരുന്നു. ഡോൺ റഫേൽ അവനെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. ലൂക്ക ഒരു ആയുധമായിരുന്നു. ഉപയോഗിക്കുന്നതിന് മുൻപ് അതിന്റെ മൂർച്ചയും ഉറപ്പും പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. അവനെ ഡോണിന്റെ ഏറ്റവും വിശ്വസ്തനായ സൈനികൻ വിൻസെൻസോയുടെ കീഴിലാക്കി. വിൻസെൻസോ ജീവിതം മുഴുവൻ തെരുവുകളിൽ നിയമം പഠിച്ച ഒരു കടുപ്പക്കാരനായിരുന്നു. അയാൾക്ക് ലൂക്കയെ കണ്ടപ്പോൾ പുച്ഛം തോന്നി. ഖനിയിൽ നിന്ന് വന്ന ഒരു പയ്യൻ എന്നയാൾ മറ്റുള്ളവരോട് പറഞ്ഞു. ഇവൻ അധികനാൾ ഇവിടെ ഉണ്ടാവില്ല. കവലാന്റെ കുടുംബത്തിലെ മറ്റു സൈനികർ ലൂക്കയെ സംശയത്തോടെ വീക്ഷിച്ചു. അവരവനെ അളന്നു. അവന്റെ നിശബ്ദതയെ പരിഹസിച്ചു. അവന്റെ ഭൂതകാലത്തെക്കുറിച്ച് അടക്കം പറഞ്ഞു. ലൂക്ക അതൊന്നും ഗൗനവിച്ചില്ല. അവനൊരു നിരീക്ഷകനായി മാറി. അവൻ സംസാരിക്കുന്നത് നിർത്തി കേൾക്കാനും കാണാനും തുടങ്ങി. അവൻ അവരുടെ രീതികൾ പഠിച്ചു. എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? എങ്ങനെയാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത്? എങ്ങനെയാണ് അവർ അധികാരം പ്രകടിപ്പിക്കുന്നത്? അവരുടെ ബഹളങ്ങൾക്കിടയിൽ അവന്റെ നിശബ്ദത ഒരു കവചമായി മാറി. ആദ്യത്തെ പരീക്ഷണം വളരെ പെട്ടെന്ന് വന്നു. അത് തോക്കുകളോ ചോരച്ചൊരിച്ചിലോ ഉൾപ്പെട്ട ഒന്നായിരുന്നില്ല. നഗരത്തിലെ ഒരു തുണിക്കച്ചവടകൻ കവലാന്റെ കുടുംബത്തിന് നൽകേണ്ടിയിരുന്ന സംരക്ഷണ പണം നൽകാൻ വൈകിയിരുന്നു. സാധാരണയായി വിൻസെൻസോയോ അവന്റെ ആളുകളോ പോയി അയാളെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ ഡോൺ റഫേൽ ലൂക്കയെ അയക്കാൻ തീരുമാനിച്ചു. നീ അങ്ങോട്ട് പോകണം എന്ന് വിൻസെൻസോ പരിഹാസത്തോടെ പറഞ്ഞു. അവനോട് പണം നാളെ ഡോണിന്റെ കയ്യിലെത്തണമെന്ന് പറയണം. പേടിപ്പിക്കാൻ മറക്കണ്ട, ഖനിത്തൊഴിലാളി. ലൂക്ക മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ ആ കടയിലേക്ക് നടന്നു. കടയുടമസ്ഥൻ ഭയന്ന് വിറച്ച് കൗണ്ടറിന് പിന്നിൽ നിൽക്കുകയായിരുന്നു. ലൂക്ക അകത്തേക്ക് കടന്നപ്പോൾ അയാളുടെ മുഖം വിളറി. ലൂക്ക ഒന്നും സംസാരിച്ചില്ല. അവൻ കൗണ്ടറിന് മുന്നിൽ നിന്നു. കടയുടമസ്ഥന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. അവന്റെ നോട്ടത്തിൽ ഭീഷണിയില്ലായിരുന്നു, കോപമില്ലായിരുന്നു, ഒരു വികാരവുമില്ലായിരുന്നു. ഖനിയുടെ ആഴങ്ങളിൽ നിന്ന് വരുന്ന മരണത്തിന്റെ തണുപ്പുള്ള ഒരു നോട്ടം. ആ നോട്ടം ഏതൊരു ഭീഷണിയേക്കാൾ ഭയാനകമായിരുന്നു. ഒരു മിനിറ്റോളം ആ നിശബ്ദത തുടർന്നു. പിന്നെ ലൂക്ക ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അടുത്ത ദിവസം രാവിലെ കടയുടമസ്ഥൻ പണവുമായി ഡോൺ റഫേലിന്റെ മുന്നിലെത്തി. അയാൾ സാധാരണ നൽകേണ്ടിയിരുന്നതിന്റെ ഇരട്ടിത്തുക നൽകി. ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിൻസെൻസോ അമ്പരന്നു. അവൻ ഡോണിനോട് വിവരം പറഞ്ഞു. അവനൊന്നും സംസാരിച്ചില്ല. ഡോൺ വെറുതെ നോക്കി നിന്നു.
ഡോൺ റഫേൽ ചിരിച്ചു. ആ ചിരിയിൽ സംതൃപ്തിയുണ്ടായിരുന്നു. ചിലപ്പോൾ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്നത് നിശബ്ദതയാണ്. വിൻസെൻസോ, കൽക്കരിപ്പാറകളെക്കാൾ ഭാരമുണ്ടവന്റെ നോട്ടത്തിന്. ഞാൻ തെരഞ്ഞെടുത്തയാൾ തെറ്റിയില്ല. അന്നുമുതൽ ലൂക്കയുടെ സ്ഥാനം മാറി. അവനൊരു പരീക്ഷണ വസ്തുവായിരുന്നില്ല. അവനൊരു ഔദ്യോഗിക മുറി ലഭിച്ചു. ഒരു കിടക്ക, ഒരു മേശ, പിന്നെ മേശവലിയിൽ ഒരു തോക്കും. അവൻ ആ തണുത്ത ലോഹം കയ്യിലെടുത്തു. ഖനിയിലെ പിക്കാസിനേക്കാൾ ഭാരം കുറവായിരുന്നു അതിന്. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് വിനാശകാരിയായിരുന്നു അത്. അവന്റെ നിശബ്ദതയും കാര്യക്ഷമതയും അവനൊരു പേര് നൽകി. കവലാൻഡയുടെ സൈനികർക്കിടയിൽ അവൻ നിശബ്ദനായ ഖനിത്തൊഴിലാളി എന്നറിയപ്പെടാൻ തുടങ്ങി. അവർ അവനെ ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണാൻ തുടങ്ങി. കാരണം വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നവനേക്കാൾ അപകടകാരി നോട്ടം കൊണ്ട് കൊല്ലുന്നവനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ലൂക്ക റൊമാനോ എന്ന ഖനിത്തൊഴിലാളി മരിച്ചു. അവന്റെ ചാരത്തിൽ നിന്ന് കവലാൻഡെ കുടുംബത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം ജനിക്കുകയായിരുന്നു. അവന്റെ കൈകൾക്ക് ഇനി കൽക്കരിയുടേതല്ല, രക്തത്തിന്റെ മണമായിരിക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ബെല്ലവെന്നയുടെ രാവും പകലും ലൂക്കയുടെ ജീവിതത്തിന്റെ ഭാഗമായി. കവലാൻഡെ കുടുംബം അവനൊരു പുതിയ ലോകം നൽകി. നിയമങ്ങൾ അവരുടേതു മാത്രമായൊരു ലോകം. അവൻ സംസാരിക്കുന്നത് കൂടുതൽ കുറച്ചു, നിരീക്ഷിക്കുന്നത് കൂടുതൽ കൂട്ടി. ഓരോ സംഭാഷണവും, ഓരോ ഇടപാടും, ഓരോ രഹസ്യനോട്ടവും അവൻ മനസ്സിൽ കുറിച്ചിട്ടു. അവന്റെ പഴയ ജീവിതത്തിലെ സഹനശക്തി പുതിയ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറി. വിശപ്പും വേദനയും സഹിക്കാനുള്ള കഴിവ് അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. അവർ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചപ്പോൾ ലൂക്കയുടെ ഉള്ളിൽ ഖനിയിലെ തണുപ്പ് അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അതവനെ കഠിനഹൃദയനാക്കി, വികാരങ്ങൾ കടിമപ്പെടാത്തവനാക്കി. നിശബ്ദനായ ഖനിത്തൊഴിലാളി എന്ന പേര് അവനിൽ പതിഞ്ഞു. അതൊരു പരിഹാസ പേരായി തുടങ്ങി. പിന്നീട് ഭയത്തിന്റെ പര്യായമായി മാറി. ഡോൺ റഫേൽ അവനെ ചെറിയ ജോലികൾ ഏൽപ്പിച്ചു തുടങ്ങി. പണം പിരിക്കുക, സന്ദേശങ്ങൾ കൈമാറുക, എതിരാളികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക. ഓരോ ദൗത്യവും ലൂക്ക ഭംഗിയായി, ശബ്ദമില്ലാതെ പൂർത്തിയാക്കി. അവനൊരിക്കലും അനാവശ്യമായി ബലം പ്രയോഗിച്ചില്ല. അവന്റെ സാന്നിധ്യം, അവന്റെ തണുത്ത നോട്ടം, അതുമാത്രം മതിയായിരുന്നു പലപ്പോഴും കാര്യങ്ങൾ നടക്കാൻ. വിൻസെൻസോയും മറ്റു സൈനികരും അവനെ ഒരു നിഗൂഢ ജീവിയെപ്പോലെ കാണാൻ തുടങ്ങി. അവർക്കവനെ മനസ്സിലായില്ല. അതുകൊണ്ടുതന്നെ അവരവനെ ഭയന്നു. അങ്ങനെയിരിക്കെയാണ് കവലാൻഡയുടെ അധികാരത്തിനു നേരെ ഒരു ചെറിയ വെല്ലുവിളി ഉയർന്നത്. മാർസറിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ചെറിയ സംഘം കവലാൻഡയുടെ തട്ടലമായ തുറമുഖത്തെ ഒരു ബാറിൽ പതിവായി പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങി. അതൊരു പരീക്ഷണമായിരുന്നു. കവലാൻഡയുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് അളക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഒരു രാത്രി ഡോൺ റഫേൽ വിൻസെൻസോയെയും ലൂക്കയെയും തന്റെ മുറിയിലേക്ക് വിളിച്ചു പറഞ്ഞു. തുറമുഖത്തെ ബ്ലൂ ആങ്കർ ബാറിൽ മാർസലിയുടെ നായ്ക്കൾ കുരയ്ക്കുന്നുണ്ട്. അവരുടെ ശബ്ദം കുറച്ച് കൂടുതലാണ്. ഡോൺ ശാന്തമായി പറഞ്ഞു. വിൻസെൻസോ, നീ പോയൊന്നത് ഒതുക്കണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണം. വിൻസെൻസോ തലകുലുക്കി. അവന്റെ മുഖത്തൊരു ക്രൂരമായ ചിരിയുണ്ടായിരുന്നു. തീർച്ചയായും ഡോൺ, ലൂക്കയും നിന്റെ കൂടെ വരും, ഡോൺ കൂട്ടിച്ചേർത്തു. വിൻസെൻസോയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ ലൂക്കയെ പുച്ഛത്തോടെ നോക്കി. ഡോൺ, ഇവനെന്തിന്? ഇത് കുട്ടികളുടെ കളിയല്ല. അതുകൊണ്ടാണ് അവൻ വരുന്നത്. ഡോണിന്റെ ശബ്ദം കടുത്തു. ചിലപ്പോൾ ആഴത്തിൽ കുഴിക്കാൻ ഒരു ഖനിത്തൊഴിലാളിയുടെ സഹായം വേണ്ടിവരും. വിൻസെൻസോയ്ക്ക് മറുപടിയില്ലായിരുന്നു. അവർ ബാറിലേക്ക് പോകുമ്പോൾ കാറിൽ നിശബ്ദത തങ്ങിനിന്നു. വിൻസെൻസോയുടെ ആളുകൾ ആയുധങ്ങൾ പരിശോധിച്ച് ബഹളം വെച്ചപ്പോൾ ലൂക്ക പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. അവന്റെ മനസ്സിൽ ഖനിയിലെ തുരങ്കങ്ങൾ തെളിഞ്ഞു. ഇതും മറ്റൊരു തരം തുരങ്കമാണ്. അപകടം പതിങ്ങിയിരിക്കുന്ന, പുറത്തേക്കുള്ള വഴി കണ്ടെത്തേണ്ട ഒന്ന്. ബ്ലൂ ആങ്കർ പുകയും മദ്യത്തിന്റെ ഗന്ധവും കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു മൂലയിലെ മേശയ്ക്ക് ചുറ്റും മാർസലിയുടെ ആളുകൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ബാറിലെ മറ്റു ഫ്രഗീസികളെ ഭീഷണിപ്പെടുത്തി. കസേരകൾ തട്ടിമറിച്ചു. വിൻസെൻസോയും സംഘവും അകത്തേക്ക് കടന്നതോടെ ബഹളം നിന്നു. രണ്ടു സംഘങ്ങളും മുഖാമുഖം നിന്നു. വായുവിൽ സംഘർഷം കനത്തു. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. മര്യാദയ്ക്ക് പുറത്തുപോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, വിൻസെൻസോ അലറി. അതിനു മറുപടിയായി ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഉയർന്നത്. ഈ നഗരം ആരുടെയും തന്തയുടെ വകയല്ല, അവരുടെ നേതാവ് പറഞ്ഞു. അതോടെ അടിപിടി തുടങ്ങി. മുറിയിൽ കസേരകളും കുപ്പികളും പറന്നു. ഇടികളുടെ ശബ്ദം മുഴങ്ങി. അതൊരു അലങ്കോലപ്പെട്ട പോരാട്ടമായിരുന്നു. വിൻസെൻസോയും അവന്റെ ആളുകളും ആവേശത്തോടെ പോരാടി. എന്നാൽ ലൂക്ക ആ കൂട്ടത്തിൽ ചേർന്നില്ല. അവനൊരു നിഴൽ പോലെ ആ അലങ്കോലങ്ങൾക്കിടയിലൂടെ നീങ്ങി. അവന്റെ കണ്ണുകൾ
എതിരാളികളുടെ നേതാവിലായിരുന്നു. ആ മനുഷ്യൻ മറ്റൊരാളെ അടിച്ചു വീഴ്ത്തുന്ന തിരക്കിലായിരുന്നു. ലൂക്കയുടെ ചലനങ്ങൾ വേഗതയുള്ളതും ലക്ഷ്യബോധമുള്ളതുമായിരുന്നു. അവൻ ആ മനുഷ്യന്റെ പിന്നിലെത്തി. ആരും അത് ശ്രദ്ധിച്ചില്ല. ബഹളങ്ങൾക്കിടയിൽ അവന്റെ നിശബ്ദമായ നീക്കം ഒരു പ്രേതത്തിൻ്റേതുപോലെയായിരുന്നു. അവൻ നിലത്തുനിന്ന് പൊട്ടിയ ഒരു കസേരയുടെ കാലെടുത്തു. അതൊരു പിക്കാസിയുടെ പിടിയുടെ ഭാരമുള്ള മരക്കഷ്ണമായിരുന്നു. അതിൽ പിടിച്ചപ്പോൾ അവന്റെ കൈകൾ വർഷങ്ങളുടെ ഓർമ്മയിൽ ഒന്ന് വിറച്ചു. അവൻ ആ മരക്കഷ്ണം ഉയർത്തി. അവന്റെ മുഖത്ത് കോപമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. കൃത്യമായ കണക്കുകൂട്ടലോടെ, ഒട്ടും പാഴാക്കാത്ത ഊർജത്തോടെ അവൻ ആ മനുഷ്യന്റെ കാൽമുട്ടിൽ ആഞ്ഞടിച്ചു. ഒരെല്ലുടിയുന്നതിന്റെ ഭീകരമായ ശബ്ദം ഒരു നിമിഷം ആ ബഹളത്തെ ഭേദിച്ചു. മാർസെല്ലിയുടെ നേതാവ് വേദന കൊണ്ട് അലറി വിളിച്ച് നിലത്തു വീണു. ആ അലർച്ചയിൽ എല്ലാം നിശ്ചലമായി. അടിപിടി നിന്നു. എല്ലാവരും നിലത്തുകിടന്ന് പുളയുന്ന നേതാവിനെയും അവന്റെ അരികിലൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിൽക്കുന്ന ലൂക്കയെയും നോക്കി നിന്നു. അവന്റെ കൈയിലെ മരക്കഷ്ണത്തിൽ നിന്ന് രക്തം ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. അതോടെ കളി കഴിഞ്ഞു. മാർസെല്ലിയുടെ ബാക്കിയുള്ള ആളുകൾ ഭയം നിറച്ച് തങ്ങളുടെ നേതാവിനെയും താങ്ങി പുറത്തേക്കോടി. വിൻസെൻസോയും സംഘവും അമ്പരപ്പോടെ ലൂക്കയെ നോക്കി നിന്നു. അവർ പ്രതീക്ഷിച്ചത് ഒരു സാധാരണ അടിപിടിയായിരുന്നു. ഇതല്ല, ഇത് വേറെന്തോ ആയിരുന്നു. ക്രൂരവും കൃത്യവും തീർത്തും നിർവികാരവുമായ ഒന്ന്. തിരികെ കാറിൽ വരുമ്പോഴും ആരുമൊന്നും സംസാരിച്ചില്ല. ഒടുവിൽ വിൻസെൻസോയുടെ ഒരു സഹായി ഭയം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, അതൊരടിയായിരുന്നില്ല, ഒരു കോടാലി കൊണ്ട് വെട്ടുന്നതുപോലെയായിരുന്നു. ഒരൊറ്റ വെട്ട്, കൃത്യമായി, ശബ്ദമില്ലാതെ. ആ പേര് അവിടെ ജനിച്ചു. നിശബ്ദനായ ഖനിത്തൊഴിലാളിക്ക് പകരം അവർ അവനെ നിശബ്ദ കോടാലി എന്ന് വിളിക്കാൻ തുടങ്ങി. കവാലന്റെ കുടുംബത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ, ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയുധം. അന്നു രാത്രി തന്റെ മുറിയുടെ ജനലിലൂടെ തുറമുഖത്തെ നോക്കി നിൽക്കുമ്പോൾ ലൂക്ക തന്റെ കൈകളിലേക്ക് നോക്കി. അവയിൽ ഇപ്പോഴും കൽക്കരിയുടെ തഴമ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ രക്തത്തിന്റെ മണവും കലർന്നിരുന്നു. അവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയായിരുന്നില്ല, അതിജീവിക്കാൻ വേണ്ടി ഒരു രാക്ഷസനായി മാറുകയായിരുന്നു. നിശബ്ദ കോടാലി. ആ പേര് ലൂക്കയുടെ പുതിയ വ്യക്തിത്വമായി മാറി. അവൻ കവാലന്റെ കുടുംബത്തിന്റെ നിഴലുകളിൽ ജീവിച്ചു. ഡോൺ റഫേലന്റെ ആജ്ഞകൾ നിശബ്ദമായി അനുസരിക്കുന്ന ഒരു വികാരങ്ങളില്ലാത്ത യന്ത്രം. അവന്റെ ലോകം തുറമുഖത്തെ ഉപ്പുമണവും ഇടുങ്ങിയ തെരുവുകളിലെ അപകടങ്ങളും സിഗാർ പുകയും രക്തത്തിന്റെ നേർത്ത ഗന്ധവും കൊണ്ട് നിർമ്മിതമായിരുന്നു. ഖനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ ആഴത്തിൽ കുഴിച്ചുമൂടി. മാർക്കോയുടെ മുഖം ഒരു മങ്ങിയ ചിത്രം പോലെ അവന്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞുവന്നിരുന്നു. പക്ഷേ ആ വേദനയെ മരവിപ്പിക്കാൻ അവൻ പഠിച്ചു. വികാരങ്ങളൊരു ബലഹീനതയാണെന്ന് അവൻ വിശ്വസിച്ചു. ഈ ലോകത്ത് അതിജീവിക്കാൻ ബലഹീനതയ്ക്ക് സ്ഥാനമില്ലായിരുന്നു. അവന്റെ ജീവിതം ഒരു നേർരേഖ പോലെയായിരുന്നു. ഡോണിന്റെ ആജ്ഞകൾ, ദൗത്യം, മുറിയിലെ ഏകാന്തത, ഉറക്കമില്ലാത്ത രാത്രികൾ. ഈ ക്രമത്തിൽ മാറ്റങ്ങളൊന്നും അവൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ഒരു ദിവസം ആ നേർരേഖയിൽ ഒരു വിള്ളൽ വീണു. ഡോൺ റഫേൽ അവനെ അവന്റെ വില്ലയിലേക്ക് വിളിച്ചുവരുത്തി. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ഒരു കുന്നിൻ മുകളിലായിരുന്നു ആ വലിയ സൗധം. ചുറ്റും വലിയ മതിലുകളും ഇരുമ്പുഗേറ്റുകളും കാവൽക്കാരുമുണ്ടായിരുന്നു. ലൂക്ക ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഗേറ്റ് കടനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവനൊരു മറ്റൊരു ലോകത്തെത്തിയതുപോലെ തോന്നി. വൃത്തിയായി വെട്ടിയൊതുക്കിയ പുൽത്തകിടികൾ, വർണ്ണപ്പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം, മാർബിൾ പാകിയ വഴികൾ, ഓരോ കോണിലും സമ്പത്തും അധികാരവും വിളിച്ചോതുന്നു. പക്ഷേ ആ സൗന്ദര്യത്തിനപ്പുറം അതൊരു സ്വർണ്ണക്കൂടാണെന്ന് ലൂക്കയ്ക്ക് തോന്നി. പുറം ലോകവുമായി ബന്ധമില്ലാത്ത മനോഹരമായ ഒരു തടവര. ഡോണിന്റെ പഠനമുറിയുടെ പുറത്ത് കാത്തുനിൽക്കാൻ അവനോട് നിർദ്ദേശിക്കപ്പെട്ടു. അവൻ ചലനമറ്റ് നിന്നു, ഒരു പ്രതിമയെപ്പോലെ. അവന്റെ കണ്ണുകൾ പൂന്തോട്ടത്തിലൂടെ അലഞ്ഞു. ആഡംബരവും കൃത്രിമത്വവും നിറഞ്ഞ ആ കാഴ്ച അവനിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. അപ്പോഴാണവൻ ആ സംഗീതം കേട്ടത്. നേർത്ത വിഷാദച്ഛായയുള്ള ഒരു പിയാനോ സംഗീതം. അത് ആ വീടിന്റെ ആത്മാവിൽ നിന്നുയരുന്ന ഒരു തേങ്ങൽ പോലെ അവന് തോന്നി. സംഗീതം വരുന്ന ദിശയിലേക്ക് അവൻ നോക്കി. തുടർന്നുകിടന്ന ഒരു വലിയ ജനലിലൂടെ അകത്ത മുറി കാണാമായിരുന്നു. അവിടെ ഒരു വലിയ പിയാനോയ്ക്ക് മുന്നിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വിരലുകൾ കീകളിലൂടെ ഒഴുകി നീങ്ങി. വെളിച്ചം അവളുടെ മുടിയിഴകളിൽ തട്ടിത്തിളങ്ങി. ഒരു ചിത്രത്തിൽ നിന്നിറങ്ങി വന്നതുപോലെ. അവളായിരുന്നു എലീന, ഡോൺ റഫേലിന്റെ ഏകമകൾ. നഗരത്തിലെ ഒരു മിഥ്യയെപ്പോലെയായിരുന്നു അവൾ. എല്ലാവരും അവളെക്കുറിച്ച് സംസാരിക്കും, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കും. പക്ഷേ ആരും അവളെ ശരിക്ക് കണ്ടിട്ടില്ല. ഡോൺ
അവളെ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്നും മറച്ചുപിടിച്ചിരുന്നു. ഈ സ്വർണ്ണക്കൂടിനുള്ളിലെ ഏറ്റവും വിലപിടിപ്പുള്ള പക്ഷി. ലൂക്ക അവളെ നോക്കി നിന്നുപോയി. അവന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചതുപോലെ. ഖനിയുടെ ഇരുട്ടിലോ തുറമുഖത്തെ ക്രൂരതയിലോ അവൻ കണ്ടിട്ടില്ലാത്ത ഒരു സൗന്ദര്യമായിരുന്നു അത്. പക്ഷേ അവളുടെ മുഖത്ത് സംഗീതത്തിൽ ലയിച്ചിരിക്കുമ്പോഴും ഒരു വിഷാദത്തിന്റെ നേർത്ത നിഴലുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ അവൻ വായിച്ചെടുത്തത് ഒരു തടവുകാരിയുടെ ഏകാന്തതയാണ്. അവൾക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നു, ലൂക്കയെപ്പോലെ. പക്ഷേ അവളുടെ ചങ്ങലകൾ സ്വർണം കൊണ്ടുള്ളതായിരുന്നു, അവന്റെ ചങ്ങലകൾ ഇരുമ്പുകൊണ്ടും. പിയാനോ വായിക്കുന്നത് നിർത്തി അവൾ എഴുന്നേറ്റു. ജനലിനടുത്തേക്ക് നടന്നുവന്നു. അപ്പോഴാണ് അവൾ അവനെ കണ്ടത്. പൂന്തോട്ടത്തിൽ നിശ്ചലനായി നിൽക്കുന്ന കറുത്ത വേഷധാരിയായ ആ അപരിചിതനെ. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം ഇടഞ്ഞു. ആ നോട്ടത്തിൽ ലൂക്കയുടെ ഉള്ളിലെന്തോ ഒന്ന് ഉലഞ്ഞു. മാസങ്ങളായി അവൻ പണിതുയർത്തിയ മരവിപ്പിന്റെ കോട്ടയിൽ ഒരു വിള്ളൽ വീണു. ഒരപ്രതീക്ഷിത വികാരം, അവൻ മറന്നുപോയ ഒരു ചൂട് അവന്റെ ഞരമ്പുകളിലൂടെ പാഞ്ഞു കയറി. അതവനെ ഭയപ്പെടുത്തി. അതൊരു ബലഹീനതയുടെ തുടക്കമായിരുന്നു. അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി, ഭിത്തിയിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ചു. തന്റെ ഭാവമാറ്റം ആരും കണ്ടില്ലെന്നുറപ്പുവരുത്തി. എലീനയുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. തന്റെ അച്ഛന്റെ കാവൽക്കാർ സാധാരണയായി പരുക്കൻ മുഖമുള്ള ക്രൂരമായ നോട്ടമുള്ളവരായിരുന്നു. എന്നാൽ ഈ മനുഷ്യന്റെ കണ്ണുകളിൽ മറ്റെന്തോ ഉണ്ടായിരുന്നു. ഒരാഴമുള്ള ദുഃഖം, ഒരു ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തീ. അവൾക്ക് കൗതുകം തോന്നി. ആരാണീ നിശ്ചലനായ മനുഷ്യൻ? ഡോൺ റഫേൽ മുറിയിൽ നിന്ന് പുറത്തുവന്ന് എന്തോ നിർദ്ദേശങ്ങൾ നൽകിയപ്പോൾ ലൂക്ക യാന്ത്രികമായി തലകുലുക്കി. പക്ഷേ അവന്റെ ചിന്തകൾ അവിടെയായിരുന്നില്ല. വില്ലയിൽ നിന്ന് പുറത്തിറങ്ങി തുറമുഖത്തിന്റെ പരിചിതമായ ലോകത്തേക്ക് മടങ്ങിയെത്തിയപ്പോഴും എലീനയുടെ രൂപം അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. പിയാനോയുടെ വിഷാദസംഗീതം അവന്റെ കാതുകളിൽ മുഴങ്ങി. അന്ന് രാത്രി തന്റെ മുറിയിലെ ഇരുട്ടിലിരിക്കുമ്പോൾ ലൂക്കയ്ക്ക് ആദ്യമായി ഏകാന്തത അനുഭവപ്പെട്ടു. അവൻ അതുവരെ ജീവിച്ചിരുന്നത് ഒരു ശൂന്യതയിലായിരുന്നു. എന്നാൽ എലീനയുടെ ഒരു നോട്ടം ആ ശൂന്യതയെ ഭയാനകമായ ഏകാന്തതയാക്കി മാറ്റി. അവന്റെ ഇരുണ്ട ലോകത്ത് ഒരു നേർത്ത പ്രകാശകിരണം പതിച്ചിരിക്കുന്നു. അത് പ്രതീക്ഷയാണോ അതോ കൂടുതൽ വലിയ അപകടത്തിലേക്കുള്ള വഴിയാണോ എന്നവൻ അറിയില്ലായിരുന്നു. നിശബ്ദ കോടാലിയുടെ കയ്യിൽ അവന്റെ ഹൃദയം വീണ്ടും മിടിച്ചു തുടങ്ങിയിരുന്നു. ആദ്യത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലൂക്കയുടെ ലോകത്തിന്റെ താളം തെറ്റി. ഡോൺ റഫേൽ അവനെ ഇടയ്ക്കിടെ വില്ലയിലേക്ക് അയക്കാൻ തുടങ്ങി. പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൈമാറാനും അതിഥികൾ വരുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കാനും. ഏറ്റുവറുകൾ ഗേറ്റ് കടക്കുമ്പോഴും അവന്റെ ഹൃദയം ഒരു പ്രത്യേക രീതിയിൽ മിടിക്കാൻ തുടങ്ങി. അത് ഭയം കൊണ്ടായിരുന്നില്ല, പ്രതീക്ഷ കൊണ്ടായിരുന്നു. അവരുടെ ഒരു നേർത്ത നിഴൽ കാണാനായി അവന്റെ കണ്ണുകൾ പൂന്തോട്ടത്തിൽ അലഞ്ഞു. ചിലപ്പോൾ അവൻ അവിടെ ദൂരെ നിന്ന് കാണും. ഒരു പുസ്തകവുമായി പുൽത്തകടിയിലിരിക്കുന്ന എലീന, അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ നടപ്പാതയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന എലീന. അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടും, ഒരു നിമിഷത്തേക്ക് മാത്രം. വാക്കുകളില്ലാത്ത, എന്നാൽ 1000 അർത്ഥങ്ങളുള്ള ഒരു നോട്ടം. പിന്നെ അവൾ പെട്ടെന്ന് മുഖം തിരിക്കും, അല്ലെങ്കിൽ അവനൊരു പ്രതിമയെപ്പോലെ നിശ്ചലനാകും. ആ മനോഹരമായ തടവറയിലെ 2 ഏകാന്താത്മാക്കൾക്കിടയിലുള്ള ഒരു നിശബ്ദ സംഭാഷണമായിരുന്നു അത്. ഒരു ദിവസം വൈകുന്നേരം ലൂക്ക ഗേറ്റിന് സമീപം കാവൽ നിൽക്കുമ്പോൾ എലീന പൂന്തോട്ടത്തിൽ നിന്ന് മടങ്ങിവരികയായിരുന്നു. അവളുടെ കൈകളിൽ കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു. ലൂക്കയുടെ അരികിലൂടെ കടന്നുപോയപ്പോൾ പെട്ടെന്ന് അവളുടെ കൈ തട്ടി ഒരു പുസ്തകം താഴെ വീണു. അവൾ അതെടുക്കാൻ കുനിയുന്നതിനു മുൻപ് ലൂക്ക ചലിച്ചിരുന്നു. അവൻ വേഗത്തിൽ പുസ്തകം കയ്യിലെടുത്തു, അതിലെ പൊടി തട്ടിക്കളഞ്ഞ് അവൾക്കു നേരെ നീട്ടി. അവന്റെ ചലനങ്ങളിൽ ഒരു ഖനിത്തൊഴിലാളിയുടെ കാർക്കശ്യമോ ഒരു സൈനികന്റെ ക്രൂരതയോ ഉണ്ടായിരുന്നില്ല, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സൗമ്യതയുണ്ടായിരുന്നു. അവൾ പുസ്തകം വാങ്ങി. അവളുടെ വിരലുകൾ ഒരു നിമിഷം അവന്റെ കൈകളിൽ സ്പർശിച്ചു. ആ സ്പർശനത്തിൽ ഒരു ചെറിയ മിന്നൽ പിണർ പോലെ എന്തോ ഒന്ന് അവർക്കിടയിലൂടെ കടന്നുപോയി. നന്ദി, അവൾ മൃദുവായി പറഞ്ഞു. അവളുടെ ശബ്ദം അവൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കേൾക്കുന്നത്. അവൻ തല കുലുക്കുക മാത്രം ചെയ്തു. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവൾ പെട്ടെന്ന് നിന്നു. ഞാൻ നിങ്ങളെ ഇവിടെ മുൻപ് കണ്ടിട്ടില്ല. എന്താണ് നിങ്ങളുടെ പേര്? ചോദ്യം അപ്രതീക്ഷിതമായിരുന്നു. ഒരു നിമിഷം അവൻ പതറി. നിശബ്ദ കോടാലി എന്നാണോ പറയേണ്ടത്, അതോ ഡോണിന്റെ ഒരു സാധാരണ സൈനികൻ എന്നോ?
മാസങ്ങൾക്കുശേഷം ആദ്യമായി ഒരാൾ അവന്റെ പേര് ചോദിച്ചിരിക്കുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഭയമോ സംശയമോ ഉണ്ടായിരുന്നില്ല, കൗതുകം മാത്രം. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു, ലൂക്ക. ആ പേര് പറഞ്ഞപ്പോൾ ഒരു ഭാരം ഇറക്കിവെച്ചതുപോലെ അവന് തോന്നി. ആ നിമിഷം അവൻ കവലാന്റെ കുടുംബത്തിലെ ഒരു ആയുധമായിരുന്നില്ല, വെറുമൊരു മനുഷ്യനായിരുന്നു, ലൂക്ക. എലീന പുഞ്ചിരിച്ചു. അതൊരു ചെറിയ മനോഹരമായ പുഞ്ചിരിയായിരുന്നു. എലീന. അവൾ സ്വയം പരിചയപ്പെടുത്തി തിരിഞ്ഞു നടന്നു. ആ ചെറിയ സംഭാഷണം ഒരു തുടക്കമായിരുന്നു, രഹസ്യങ്ങളുടെയും അപകടങ്ങളുടെയും ഒരു പൂന്തോട്ടത്തിലേക്കുള്ള വാതിൽ. അടുത്ത തവണ ലൂക്ക വില്ലയിൽ വന്നപ്പോൾ എലീന പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. അവൾ അവനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. അവൻ ഗൗരവത്തോടെ തലകുലുക്കി. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. അവർ സംസാരിച്ചു തുടങ്ങി. ആദ്യം കാലാവസ്ഥയെക്കുറിച്ചും പൂക്കളെക്കുറിച്ചുമുള്ള ലളിതമായ സംഭാഷണങ്ങൾ. ആരും ശ്രദ്ധിക്കാത്ത മോഷ്ടിച്ചെടുക്കുന്ന നിമിഷങ്ങൾ. കാവൽക്കാർ ദൂരെയായിരിക്കുമ്പോൾ മതിലിന്റെ മറവിൽ നിന്നുകൊണ്ട്. അവൾ തന്റെ ലോകത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരു പൊൻകൂടിനെക്കുറിച്ച്, പുറം ലോകം കാണാനുള്ള അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച്. സംഗീതവും പുസ്തകങ്ങളും മാത്രമാണ് അവളുടെ കൂട്ടുകാരെന്ന് അവൾ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ ഒരു തടവുകാരിയുടെ വേദനയുണ്ടായിരുന്നു. ലൂക്കായ്ക്ക് വളരെ പരിചിതമായൊരു വേദന. പതിയെ പതിയെ ലൂക്കായും സംസാരിച്ചു തുടങ്ങി. അവൻ തന്റെ ഭൂതകാലത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ബ്ലാക്ക് ഹോളയെക്കുറിച്ചോ മാർക്കോയെക്കുറിച്ചോ അവൻ മൗനം പാലിച്ചു. പക്ഷേ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവന്റെ വികാരങ്ങളെക്കുറിച്ചവൻ സംസാരിച്ചു. എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച്, ആരെയും വിശ്വസിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച്. അവന്റെ വാക്കുകൾ കുറവായിരുന്നു, പക്ഷേ എലീനയ്ക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ ലോകങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അവരുടെ ആത്മാക്കൾ ഒരേ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. അവരുടെ ബന്ധം ആഴത്തിലായി. അതൊരു പ്രണയമായിരുന്നോ? അവരതിനെ അങ്ങനെ വിളിച്ചില്ല. അതിലും സങ്കീർണമായ, അതിലും അപകടകരമായ ഒന്നായിരുന്നു അത്. ലൂക്കായെ സംബന്ധിച്ചിടത്തോളം അതൊരു ബലഹീനതയായിരുന്നു. അവൻ ഭയന്ന ഒരേയൊരു ബലഹീനത. എലീനയുടെ സാമീപ്യം അവന്റെ ഉള്ളിലെ മരവിനെ ഒരുക്കിക്കളഞ്ഞു. അവൾക്കു വേണ്ടി എന്തും ചെയ്യാൻ അവൻ തയ്യാറാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ ചിന്ത അവനെ ഭയപ്പെടുത്തി. എലീനയെ സംബന്ധിച്ചിടത്തോളം ലൂക്ക ഒരു രഹസ്യലോകത്തിലേക്കുള്ള താക്കോലായിരുന്നു. അവളുടെ അച്ഛന്റെ ലോകം അധികാരത്തിന്റെയും സമ്പത്തിന്റെയും കൃത്രിമത്വത്തിൻ്റേതായിരുന്നു. എന്നാൽ ലൂക്കായുടെ കണ്ണുകളിൽ അവൾ കണ്ടത് യാഥാർത്ഥ്യമായിരുന്നു. വേദനയും നഷ്ടവും സഹനവും നിറഞ്ഞ ഒരു യാഥാർത്ഥ്യം. ആ നിശബ്ദനായ മനുഷ്യന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം ഒളിഞ്ഞിരിപ്പുണ്ടെന്നവൾ തിരിച്ചറിഞ്ഞു. അവൾ ആ അഗ്നിയാൽ ആകർഷിക്കപ്പെട്ടു. ഒരു രാത്രി, പൂർണ്ണചന്ദ്രനുള്ള ഒരു രാത്രി. ലൂക്ക ഗേറ്റിനടികിൽ കാവലിലായിരുന്നു. എലീന പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിവന്നു. അവൾ നേരെ അവന്റെ അടുത്തേക്ക് നടന്നു. ഇത് അപകടമാണ്, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്റെ ജീവിതം മുഴുവൻ ഒരു അപകടമാണ് ലൂക്ക, അവൾ മറുപടി നൽകി. അവൾ അവന്റെ കൈകളിൽ പിടിച്ചു. അവന്റെ കൈകൾ തഴമ്പുള്ളതും പരുക്കനുമായിരുന്നു. അവളുടെ കൈകൾ മൃദുവും ഊഷ്മളവുമായിരുന്നു. രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ ആ സ്പർശനത്തിൽ ഒന്നിച്ചു. അവർ ഒന്നും സംസാരിച്ചില്ല. നിലാവിൽ ആ രഹസ്യ പൂന്തോട്ടത്തിൽ അവർ നിന്നു, ചുറ്റുമുള്ള ലോകത്തെ മറന്ന് തങ്ങൾക്കു മാത്രമുള്ള ഒരു നിമിഷത്തിൽ. ലൂക്ക അറിഞ്ഞു, താനൊരു തിരിച്ചുവരവില്ലാത്ത പാതയിലാണെന്ന്. ഈ പെൺകുട്ടി, ഈ സ്വർണ്ണക്കൂട്ടിലെ പക്ഷി, അവന്റെ ഇരുണ്ട ജീവിതത്തിലെ ഒരേയൊരു പ്രകാശമാണ്. ആ പ്രകാശത്തെ സംരക്ഷിക്കാൻ അവൻ ഏത് ഇരുട്ടിലേക്കും പോകാൻ തയ്യാറായിരുന്നു. ഖനിയുടെ തുരങ്കങ്ങളെക്കാൾ അപകടം നിറഞ്ഞ ഒരു തുരങ്കത്തിലേക്ക് അവൻ പ്രവേശിച്ചിരിക്കുന്നു. സ്നേഹത്തിന്റെ തുരങ്കം. ലൂക്കയും എലീനയും നെയ്തെടുത്ത രഹസ്യലോകം അതീവ ദുർബലമായിരുന്നു. മോഷ്ടിച്ചെടുക്കുന്ന നിമിഷങ്ങളിലും കൈമാറുന്ന രഹസ്യനോട്ടങ്ങളിലും ഭിത്തിയുടെ മറവിൽ വച്ചുള്ള ഹ്രസ്വസംഭാഷണങ്ങളിലും അവരുടെ ബന്ധം വളർന്നു. എന്നാൽ നിഴലുകൾക്ക് അധികകാലം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബെല്ലാവിന്ന പോലുള്ള നഗരത്തിൽ ചുവരുകൾക്ക് പോലും കാതുകളുണ്ടായിരുന്നു. അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ ആദ്യം നേർത്തതായിരുന്നു, കാട്ടിൽ ഒഴുകി നടക്കുന്ന ഒരു തൂവലുപോലെ. വില്ലയുടെ ജോലിക്കാർക്കിടയിൽ, കാവൽക്കാർക്കിടയിൽ, ആ നിശബ്ദനായ സൈനികനും ഡോണിന്റെ മകളും തമ്മിലുള്ള അസാധാരണമായ അടുപ്പത്തെക്കുറിച്ച് സംശയങ്ങൾ മുളപൊട്ടി. വിൻസെൻസോയുടെ കണ്ണുകൾ എപ്പോഴും ലൂക്കയുടെ മേലുണ്ടായിരുന്നു.
ലൂക്കയോടുള്ള അവന്റെ പുച്ഛം അസൂയയായി മാറിയിരുന്നു. ഡോൺ റഫേൽ ലൂക്കയ്ക്ക് നൽകുന്ന പരിഗണന അവനെ അസ്വസ്ഥനാക്കി. ലൂക്കയുടെ ഓരോ ചലനവും അവൻ സംശയത്തോടെ വീക്ഷിച്ചു. ലൂക്കയ്ക്ക് ഈ അപകടമറിയാമായിരുന്നു. ഓരോ തവണ എലീനയെ കാണുമ്പോഴും അവന്റെ ഉള്ളിൽ സന്തോഷത്തോടൊപ്പം ഭയവും നിറഞ്ഞു. ഈ ബന്ധം അവളുടെ ജീവന് ആപത്താണെന്ന് അവൻ ഭയന്നു. ഡോൺ റഫേൽ തന്റെ മകളെ ഒരു നിധി പോലെയാണ് സംരക്ഷിക്കുന്നത്. ആ നിധിക്ക് കളങ്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നവന്റെ ഗതി എന്തായിരിക്കുമെന്ന് ലൂക്കയ്ക്ക് ഊഹിക്കാമായിരുന്നു. അതേസമയം ബെല്ലാവെന്നയുടെ മറുഭാഗത്ത് മാർസല്ലി സാമ്രാജ്യത്തിൽ പഴയൊരു കണക്ക് വീണ്ടും തുറക്കപ്പെടുകയായിരുന്നു. ഡോൺ വിറ്റോറിയോ മാർസല്ലി, ബ്ലാക്ക് ഹോളിന്റെ അധിപൻ, ക്ഷമകെട്ടവനായിരുന്നു. തന്റെ ഖനിയിൽ നിന്ന് രക്ഷപ്പെട്ട ആ തൊഴിലാളിയെ അയാൾ മറന്നിരുന്നില്ല. അതൊരു അപമാനമായിരുന്നു, തന്റെ അധികാരത്തോടുള്ള ഒരു വെല്ലുവിളി. അയാൾ അവനെ കണ്ടെത്താൻ നഗരം മുഴുവൻ ചാരന്മാരെ നിയോഗിച്ചിരുന്നു. മാസങ്ങൾ കടന്നുപോയിട്ടും ഒരു വിവരവും ലഭിക്കാത്തത് അയാളെ കൂടുതൽ ക്രുദ്ധനാക്കി. ഒരു ദിവസം മാർസല്ലിയുടെ ഒരു ചാരൻ തുറമുഖത്തെ ഒരു ബാറിൽ വെച്ച് നിർണായകമായൊരു വിവരം കേട്ടു. കവാലന്റെയുടെ കുടുംബത്തിൽ പുതിയൊരു സൈനികനെത്തിയിട്ടുണ്ട്. അവൻ നിശബ്ദനും ക്രൂരനുമാണ്. അവനെ നിശബ്ദ കോടാലി എന്നാണ് വിളിക്കുന്നതെന്നും ആദ്യമതൊരു സാധാരണ വിവരമായി അയാൾ തള്ളിക്കളഞ്ഞു. എന്നാൽ ആ പുതിയ സൈനികൻ എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല എന്നറിഞ്ഞപ്പോൾ അയാളിൽ സംശയം ജനിച്ചു. വിവരം ഡോൺ മാർസല്ലിയുടെ ചെവിയിലെത്തി. അയാൾ തന്റെ വിശ്വസ്തരെ വിളിച്ചുകൂട്ടി. കവാലന്റെയുടെ പുതിയ കളിപ്പാട്ടം, ഒരു ഖനിത്തൊഴിലാളി പോലെ പരുക്കൻ, ഒരു കോടാലി പോലെ മൂർച്ച. ഈ കഥ എവിടെയോ കേട്ടതുപോലെ തോന്നുന്നില്ലേ? അയാളുടെ ശബ്ദത്തിൽ ക്രൂരമായ ഒരു പരിഹാസമുണ്ടായിരുന്നു. സംശയങ്ങൾ ഉറപ്പിക്കാൻ അവർക്കധികം സമയം വേണ്ടിവന്നില്ല. കവാലന്റെയുടെ ഒരിടപാട് അട്ടിമറിക്കാൻ ശ്രമിച്ച മാർസല്ലിയുടെ ആളുകളെ ലൂക്ക കൈകാര്യം ചെയ്ത രീതി, അവന്റെ നിർവികാരമായ ക്രൂരത, ഇതെല്ലാം ഒരു സാധാരണ ഗുണ്ടയുടേതായിരുന്നില്ല. അത് അതിജീവനത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളുടേതായിരുന്നു. ബ്ലാക്ക് ഹോളിൽ നിന്ന് രക്ഷപ്പെട്ട ഖനിത്തൊഴിലാളിയുടെ ഒരു വിവരണം മാർസല്ലിയുടെ കയ്യിലുണ്ടായിരുന്നു. നിശബ്ദൻ, തണുപ്പൻ സ്വഭാവം, ആഴമുള്ള കണ്ണുകൾ, ലക്ഷണങ്ങൾ ഒത്തുവന്നു. ഡോൺ മാർസല്ലിയുടെ ഓഫീസിൽ ലൂക്കയുടെ ഒരു രേഖാചിത്രം വെച്ചു. ചാരന്മാർ ദൂരെ നിന്നെടുത്ത അവ്യക്തമായൊരു ചിത്രം. അവൻ തന്നെ. മാർസല്ലി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഖനിയിൽ നിന്ന് മോഷ്ടിച്ച കൽക്കരിക്ക് ഞാൻ ക്ഷമിച്ചേക്കാം, പക്ഷേ അധികാരത്തെ ചോദ്യം ചെയ്തവനോട് ഞാൻ ക്ഷമിക്കില്ല. അവൻ കവാലന്റെയുടെ നിഴലിൽ ഒളിച്ചിരിക്കുന്നു. ആ നിഴലിൽ നിന്ന് അവനെ പുറത്തുകൊണ്ടുവരണം. അയാൾക്ക് ലൂക്കയെ ജീവനോടെയായിരുന്നു ആവശ്യം. അവനെ പരസ്യമായി ശിക്ഷിച്ച് തന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ആരും രക്ഷപ്പെടില്ലെന്ന് തെളിയിക്കാൻ. അതൊരു സന്ദേശമായിരിക്കും, കവാലാന്റേക്കുള്ള ഒരു മുന്നറിയിപ്പും. മാർസല്ലിയുടെ വേട്ടക്കാർ ബെല്ലവെന്നയുടെ തെരുവുകളിൽ ഇറങ്ങി. അവർക്കൊരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ലൂക്ക റൊമാനോ. അവർ കവാലാന്റെയുടെ ആളുകളെ നിരീക്ഷിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു, ലൂക്കയുടെ ദിനചര്യങ്ങൾ മനസ്സിലാക്കി. ഒരു രാത്രി ലൂക്ക ഡോണിന്റെ വില്ലയിൽ നിന്ന് മടങ്ങിവരുമ്പോൾ അവനത് അനുഭവപ്പെട്ടു. ആരോ തന്നെ പിന്തുടരുന്നുണ്ടെന്നൊരു തോന്നൽ. അവന്റെ ഖനിവാസവും തെരുവുജീവിതവും നൽകിയ സഹജവാസന അപകടം മണത്തു. അവൻ വേഗത കൂട്ടി ഇടുങ്ങിയ വഴികളിലൂടെ മാറി മാറി നടന്നു. പിന്നാലെ വന്ന നിഴലുകൾ അവനെ പിന്തുടർന്നു. ഒരു ഒഴിഞ്ഞ ഇടവഴിയിൽ വെച്ച് അവർ അവനെ വളഞ്ഞു. 4 പേരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കത്തികൾ തിളങ്ങി. ഡോൺ മാർസല്ലി നിന്നെ അന്വേഷിക്കുന്നു, ഖനിത്തൊഴിലാളി എന്നവരിലൊരാൾ പറഞ്ഞു. ലൂക്കയുടെ മനസ്സിൽ ഒരു മിന്നായം പോലെ എല്ലാം വ്യക്തമായി. ഭൂതകാലം അവനെ വേട്ടയാടി പിടിച്ചിരിക്കുന്നു. ഖനിയിൽ നിന്നവൻ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഖനി അവനെ വിടാൻ ഭാവമില്ലായിരുന്നു. അവൻ തന്റെ കോട്ടിനുള്ളിൽ സൂക്ഷിച്ച തോക്കിന്റെ പിടിയിൽ മുറുകെ പിടിച്ചു. അവന്റെ മുഖത്ത് ഭാവമാറ്റമൊന്നുമുണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകൾ തണുത്തുറഞ്ഞിരുന്നു. ഡോണിനോട് പറയൂ, ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് അവൻ ശാന്തമായി പറഞ്ഞു. അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. അവന്റെ ഭൂതകാലത്തോടും മാർസല്ലിയോടും പിന്നെ അവനെ ഒരു കൊടിയാളിയാക്കി മാറ്റിയ ഈ ലോകത്തോടുമുള്ള യുദ്ധം. ആ ഇടുങ്ങിയ ഇടവഴിയിൽ ബെല്ലവെന്നയുടെ നിഴലിൽ 2 മാഫിയ കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ആദ്യത്തെ കാറ്റുവീശി. ആ ഇടവഴി ഒരു പോർക്കളമായി മാറി. ലൂക്കയുടെ ചലനങ്ങൾ മൃഗതുല്യമായിരുന്നു. അതിജീവനത്തിനായുള്ള സഹജവാസന അവന്റെ ഓരോ പേശിയെയും നിയന്ത്രിച്ചു. മാർസല്ലിയുടെ ആളുകൾ 4 പേരുണ്ടായിരുന്നു. അവർക്കെണ്ണത്തിൽ മുൻതൂക്കമുണ്ടായിരുന്നു. പക്ഷെ ലൂക്കയ്ക്ക് അതിജീവനത്തിന്റെ ക്രൂരമായ പരിശീലനം ലഭിച്ചിരുന്നു. അവൻ തോക്കുപയോഗിച്ചില്ല. ശബ്ദമുണ്ടാക്കുന്നത് അപകടമാണെന്ന് അവൻ അറിയാമായിരുന്നു.
അതൊരു നിശബ്ദവും ക്രൂരവുമായ പോരാട്ടമായിരുന്നു. കത്തികൾ വായുവിൽ മിന്നിമറഞ്ഞു. ഇടികളുടെയും ഞരക്കങ്ങളുടെയും ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. ലൂക്ക ഒരു നിഴൽ പോലെ നീങ്ങി, അവരുടെ ആക്രമണങ്ങളെ ഒഴിവാക്കി തിരിച്ചടിച്ചു. അവന്റെ ഓരോ അടിയും കൃത്യമായിരുന്നു, ഒരു തരി ഊർജവും പോലും പാഴാക്കാതെ. ഖനിയിലെ ഇരുട്ടിൽ വർഷങ്ങളോളം ജോലി ചെയ്തതിന്റെ കരുത്ത് അവന്റെ കൈകൾക്കുണ്ടായിരുന്നു. അവൻ ഒന്നാമനെ ഭിത്തിയിലേക്കിടിച്ചു വീഴ്ത്തി, രണ്ടാമന്റെ കത്തിപിടിച്ച് കൈ തട്ടിമാറ്റി അവന്റെ കൈമുട്ടൊടിച്ചു. വേദന കൊണ്ടുള്ള അലർച്ച ഉയരും മുൻപ് തന്നെ അടുത്ത അടി അവന്റെ കഴുത്തിൽ വീണിരുന്നു. അവസാനം ലൂക്കയും എതിരാളികളിൽ ശേഷിച്ചൊരാളും മാത്രം മുഖാമുഖം നിന്നു. ആ മനുഷ്യൻ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലൂക്കയുടെ തണുത്തുറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ദയവായി, അയാൾ യാചിച്ചു. ലൂക്ക ഒരു നിമിഷം നിന്നു. അവന്റെ നെഞ്ചിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു, കത്തികൊണ്ടുള്ള ആഴമില്ലാത്ത ഒരു മുറിവ്. അവൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ കൈയിലെ തോക്കെടുത്ത് ആ മനുഷ്യന്റെ നെറ്റിയിൽ വെച്ചു. മാർസെല്ലിയോടൊരു സന്ദേശം പറയണം. ലൂക്കയുടെ ശബ്ദം ഒരു മന്ത്രം പോലെ താഴ്ന്നതായിരുന്നു. അവന്റെ ഖനിയിൽ നിന്നൊരു ഖനിത്തൊഴിലാളി മാത്രമല്ല രക്ഷപ്പെട്ടത്, ഒരു പിശാചാണ്. അടുത്ത തവണ എന്നെ കൊണ്ടുപോകാൻ ഇത്രയും കുറച്ചാളുകളെ അയക്കരുത്. അവൻ ആ മനുഷ്യനെ പോകാൻ അനുവദിച്ചു. മുറിവേറ്റ ശരീരവുമായി ലൂക്ക നിഴലുകളിലേക്ക് മറഞ്ഞു. അവൻ തന്റെ മുറിയിലെത്തിയപ്പോൾ കണ്ണാടിയിൽ കണ്ട രൂപം അവനെ തന്നെ ഭയപ്പെടുത്തി. രക്തത്തിൽ കുളിച്ച മുഴിച്ച വസ്ത്രങ്ങളുമായി ഒരു മൃഗം. അവൻ ഷർട്ട് വലിച്ചുകീറി സ്വയം മുറിവുകെട്ടി. വേദന അവനൊരു പുത്തരിയായിരുന്നില്ല. പക്ഷെ ഈ സംഭവം അവനെ ഒരു സത്യം ഓർമ്മിപ്പിച്ചു: താൻ സുരക്ഷിതനല്ല. മാർസെല്ലി പിന്നാലെയുണ്ട്. അതിലും ഭയാനകമായ സത്യം, തന്നോടുള്ള അടുപ്പം കാരണം എലീനയും അപകടത്തിലാണ്. മാർസെല്ലി അവളെ വേദനിപ്പിക്കാൻ ഏതു മാർഗവും ഉപയോഗിക്കും. കവാലാൻഡയുടെ ഏക മകളേക്കാൾ വലിയൊരു ആയുധം മാർസെല്ലിക്ക് കിട്ടാനില്ല. ആ ചിന്ത ലൂക്കയുടെ ഉള്ളിൽ ഒരു തീയായി പടർന്നു. അവനവളെ സംരക്ഷിക്കണം, എന്തു വില കൊടുത്തും. അവൻ ഡോൺ റഫേലിനോട് സത്യം പറയാൻ തീരുമാനിച്ചു. പക്ഷെ എങ്ങനെ? താൻ മാർസെല്ലിയുടെ ഖനിയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണെന്ന് സമ്മതിച്ചാൽ ഡോൺ റഫേൽ തന്നെ ഒരു ബാധ്യതയായി കാണുമോ? മാർസെല്ലിയുമായുള്ള ഒരു തുടർന്ന യുദ്ധം ഒഴിവാക്കാൻ തന്നെ ഒറ്റിക്കൊടുക്കുമോ? അതൊരു വലിയ ചൂതുകളിയായിരുന്നു. അവന്റെ ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഡോണിന്റെ വിളി വന്നു. ഡോണിന്റെ മുഖം കനത്തിരുന്നു. ഇന്നു രാത്രി നടന്നതിനെക്കുറിച്ച് എനിക്കറിയാം. നീ മാർസെല്ലിയുടെ ആളുകളുമായി ഏറ്റുമുട്ടി. എന്താണ് ശരിക്കും നടക്കുന്നത് ലൂക്ക? ഇനി ഒളിച്ചിട്ട് കാര്യമില്ലെന്ന് ലൂക്കായിക്ക് മനസ്സിലായി. അവൻ തലകുനിച്ചു. ഞാൻ ബ്ലാക്ക് ഹോളോയിൽ നിന്ന് രക്ഷപ്പെട്ട ഖനിത്തൊഴിലാളിയാണ്. മുറിയിൽ ഒരു നിമിഷം നിശബ്ദത തങ്ങി നിന്നു. ഡോൺ റഫേലിന്റെ മുഖത്ത് ഭാവമാറ്റമൊന്നുമുണ്ടായില്ല. അയാൾ പ്രതീക്ഷിച്ച ഒരു വാർത്ത കേട്ടതുപോലെയിരുന്നു. എനിക്കറിയാമായിരുന്നു, നിന്റെ കണ്ണുകളിൽ ആ ഖനിയുടെ ഇരുട്ടുണ്ട്. മാർസെല്ലിക്ക് നിന്നോട് വ്യക്തിപരമായ ഒരു പകയുണ്ട്. അവൻ എന്നെ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത്, ലൂക്ക പറഞ്ഞു. അവന്റെ ശബ്ദമിടറി. അവൻ എലീനയെ ഉപയോഗിക്കും. ആ പേരു കേട്ടപ്പോൾ ഡോൺ റഫേലിന്റെ കണ്ണുകൾ കുറുകി. അവന്റെ ശാന്തമായ മുഖത്ത് കോപത്തിന്റെ ഒരു നിഴൽ വീണു. എന്റെ മകളെ തൊടാൻ ആരും ധൈര്യപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല, ലൂക്ക പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ഇപ്പോൾ യാചനയല്ല, ദൃഢനിശ്ചയമായിരുന്നു. മാർസെല്ലി അടുത്ത നീക്കം നടത്തുന്നതിനു മുമ്പ് നമ്മൾ നീങ്ങണം, അവനെ തളർത്തണം, എന്നേക്കുമായി. അതൊരു ഭ്രാന്തനാശയമായിരുന്നു. മാർസെല്ലി സാമ്രാജ്യത്തെ ആക്രമിക്കുക എന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. എന്നാൽ ലൂക്കായുടെ മനസ്സിൽ ഒരു പദ്ധതി രൂപം കൊള്ളുകയായിരുന്നു. പ്രതിരോധമല്ല, ആക്രമണം. ശത്രുവിനെ അവന്റെ ഏറ്റവും ദുർബലമായ കേന്ദ്രത്തിൽ ചെന്ന് അടിക്കുക. ലൂക്കായുടെ കണ്ണുകളിലെത്തി ഡോൺ റഫേൽ കണ്ടു. ഇതൊരു സാധാരണ സൈനികനല്ല, ഇത് വ്യക്തിപരമായ പകയുള്ള ഒരു പോരാളിയാണ്. എലീനയുടെ പേരു വന്നതോടെ ഇത് ഡോണിന്റെയും വ്യക്തിപരമായ യുദ്ധമായി മാറി. നിന്റെ മനസ്സിലെന്താണ്? ഡോൺ റഫേൽ ചോദിച്ചു. മാർസെല്ലിയുടെ ശക്തി അവന്റെ ആയുധങ്ങളാണ്. അവന്റെ ഏറ്റവും പുതിയ, ഏറ്റവും വലിയ ആയുധശേഖരം ഉടൻ നഗരത്തിലെത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ശേഖരം നമ്മൾ നശിപ്പിച്ചാൽ അവന്റെ സാമ്രാജ്യത്തിന്റെ നട്ടെല്ല് നമ്മൾ ഒടിക്കും. അതവനെ വർഷങ്ങളോളം പിന്നോട്ട് വലിക്കും. അതെവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് നിനക്കെങ്ങനെ അറിയാം? ഡോൺ റഫേൽ സംശയത്തോടെ ചോദിച്ചു. ലൂക്കായുടെ മുഖത്ത് ഒരു ഗൂഢമായ ചിരി വിടർന്നു. ആ ചിരിയിൽ വേദനയും പ്രതികാരവും കലർന്നിരുന്നു. അവനത് സൂക്ഷിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്.
ആർക്കും സംശയം തോന്നാത്ത ഒരിടത്ത്, അവന്റെ സ്വന്തം നരകത്തിൽ. ബ്ലാക്ക് ഹോളോ ഖനിയിലെ ഉപയോഗിക്കാത്ത തുരങ്കങ്ങളിലൊന്നിൽ. അതൊരവസാനത്തെ കളിയായിരുന്നു. തന്റെ ഭൂതകാലത്തിന്റെ പ്രേതങ്ങളെ നേരിടാനുള്ള ഒരു യാത്ര. എലീനയെ സംരക്ഷിക്കാനും മാർക്കോയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനും സ്വന്തം ആത്മാവിനെ വീണ്ടെടുക്കാനുമുള്ള ഒരു ഭ്രാന്തൻ പദ്ധതി. ഈ നഗരത്തെ ഭരിക്കുന്ന 2 കുടുംബങ്ങളെയും ഒരുമിച്ച് തകർക്കാൻ കഴിയുന്ന ഒരു തീപ്പൊരി. ആ നിമിഷം, ആ മുറിയിൽ വെച്ച് നിശബ്ദ കോടാലി ഒരു വിമോചകനായി മാറുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു ചാവേരായി. ലൂക്കായുടെ പദ്ധതി കേട്ടപ്പോൾ ഡോൺ റഫേലിന്റെ മുറിയിൽ നിശബ്ദത തങ്ങി നിന്നു. അത് ഭ്രാന്തമായിരുന്നു, ആത്മഹത്യപരമായിരുന്നു. എന്നാൽ അതിലൊരു ഭ്രാന്ത പ്രതിഭയുടെ തിളക്കമുണ്ടായിരുന്നു. ശത്രുവിനെ അവന്റെ സ്വന്തം കോട്ടയിൽ ചെന്ന് ആക്രമിക്കുക. ഡോൺ റഫേൽ ഒരു ചൂതാട്ടക്കാരനായിരുന്നു. ജീവിതം മുഴുവൻ അയാൾ അപകടകരമായ കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കളി മറ്റെന്തിനേക്കാളും വലുതായിരുന്നു. ജയിച്ചാൽ ബെല്ലാവെന്നയുടെ അധിപനാകാം, തോറ്റാൽ എല്ലാം നഷ്ടമേടും. ഈ ദൗത്യത്തിന് എന്റെ സൈനികരെ ഉപയോഗിക്കാൻ പറ്റില്ല, ഡോൺ റഫേൽ ഒടുവിൽ പറഞ്ഞു. അത് മാർസെല്ലിയുടെ ശ്രദ്ധ ക്ഷണിക്കും. ഇതൊരു രഹസ്യ നീക്കമായിരിക്കണം. നിനക്കൊരു സംഘത്തെ വേണം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ആളുകൾ. ലൂക്ക തലയാട്ടി. അവന്റെ മനസ്സിൽ ആ സംഘം രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. കവലാന്റെ കുടുംബത്തിലെ ഔദ്യോഗിക സൈനികർ പറ്റില്ല. അവർക്ക് ഈ ദൗത്യത്തിന്റെ സ്വഭാവം മനസ്സിലാകില്ല. അവനറിയാവുന്ന, എന്നാൽ ആരും ഗൗനക്കാത്ത ചില മുഖങ്ങൾ അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞു. അവന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഫ്ലിൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു പഴയ പൈലറ്റായിരുന്നു. ഒരു കാലത്ത് യുദ്ധവിമാനങ്ങൾ പറത്തിയിരുന്ന ഒരു വീരനായിരുന്നു അയാൾ. എന്നാൽ യുദ്ധത്തിന്റെ ഓർമ്മകൾ അയാളെ ഒരു മദ്യപാനിയാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ തുറമുഖത്തെ ബാറുകളിൽ പഴയ വീരകഥകൾ പറഞ്ഞ് മറ്റുള്ളവർ വാങ്ങിക്കൊടുക്കുന്ന മദ്യത്തിൽ അയാൾ ജീവിതം തള്ളി നീക്കി. ആരും അയാളെ ഗൗരവമായി എടുത്തില്ല. എന്നാൽ ലൂക്ക അയാളിൽ മറ്റെന്തോ കണ്ടു. ആ മങ്ങിയ കണ്ണുകൾക്ക് പിന്നിൽ ഇപ്പോഴും ആകാശത്തെ പ്രണയിക്കുന്ന, കൃത്യതയും ധൈര്യവുമുള്ള ഒരു പൈലറ്റ് ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഖനിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ചെറിയ കാർഗോ വിമാനങ്ങളെക്കുറിച്ച് ഫ്ലിന്നിന് നല്ല അറിവുണ്ടായിരുന്നു. ലൂക്ക ഫ്ലിന്നിനെ അവന്റെ താമസസ്ഥലത്ത് ചെന്ന് കണ്ടു. കുപ്പികളും പഴയ പത്രങ്ങളും നിറഞ്ഞ ഒരു ചെറിയ വൃത്തിഹീനമായ മുറി. എനിക്ക് നിന്റെ സഹായം വേണം. ലൂക്ക നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. ഫ്ലിൻ പരിഹാസത്തോടെ ചിരിച്ചു. എന്നെക്കൊണ്ടോ? എന്തിനാണ്? ഒരു കുപ്പി കാലിയാക്കാനോ? അല്ല, ഒരു വിമാനം പറത്താൻ, ലൂക്ക ശാന്തമായി പറഞ്ഞു. ഒറ്റ രാത്രിത്തേക്ക്. പകരമായി നിന്റെ ജീവിതകാലം മുഴുവൻ കുടിക്കാനുള്ള പണം ഞാൻ തരാം. അതിനുശേഷം നീ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല. ഫ്ലിന്നിന്റെ മുഖത്തെ പരിഹാസം പതിയെ മാഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഒരു പഴയ തിളക്കം മിന്നിമറഞ്ഞു. ആകാശത്തിന്റെ വിളി, ഒരവസാനത്തെ പറക്കൽ. അയാൾ തലയാട്ടി. ലൂക്കയുള്ള അടുത്ത തെരഞ്ഞെടുപ്പ് ലിയോ എന്ന തെരുവു പയ്യനായിരുന്നു. 12-13 വയസ്സുണ്ടായിരിക്കും. ബെല്ലാവെന്നയുടെ തെരുവുകളായിരുന്നു അവന്റെ വീടും വിദ്യാലയവും. ആരും കാണാതെ പാഴ്സടിക്കാൻ, പൂട്ടുകൾ തുറക്കാൻ, നിഴലുകൾക്കിടയിലൂടെ അപ്രത്യക്ഷനാകാൻ അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവൻ ചെറുതായിരുന്നു, അതുകൊണ്ടുതന്നെ ആരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല. അവനൊരദൃശ്യനായിരുന്നു. ലിയോയെ കണ്ടെത്താൻ ലൂക്കയ്ക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവൻ ലിയോയുടെ മുന്നിൽ ഒരു കെട്ട് നോട്ടുകൾ വെച്ചു. എനിക്കൊരു സഹായം വേണം. കുറച്ചു വിവരങ്ങൾ ശേഖരിക്കാൻ, കുറച്ചു വഴികൾ കണ്ടെത്താൻ. ലിയോ ആ പണക്കെട്ടിലേക്കും ലൂക്കയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അവന്റെ കണ്ണുകളിൽ സംശയവും കൗതുകവും നിറഞ്ഞിരുന്നു. എന്തിനാണ് എന്നെപ്പോലൊരുത്തനെ? കാരണം നിന്നെ ആരും ശ്രദ്ധിക്കില്ല. നീയാണ് ഈ നഗരത്തിലെ ഏറ്റവും മികച്ച ചാരൻ, ലൂക്ക പറഞ്ഞു. ആ വാക്കുകൾ ലിയോയുടെ ഹൃദയത്തിൽ തൊട്ടു. ആദ്യമായിട്ടാണ് ഒരാൾ അവനെ വിലയുള്ളവനായി കാണുന്നത്. അവൻ ആ ദൗത്യം ഏറ്റെടുത്തു. സംഘത്തിലെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി പിയട്രോ എന്ന വൃദ്ധനായിരുന്നു. അയാൾ ഒരു കാലത്ത് ബ്ലാക്ക് ഹോളോയിലെ ഒരു ഫോർമാനായിരുന്നു. മാർസെല്ലി സിൻഡിക്കേറ്റ് വരുന്നതിനു മുൻപ്. ഖനിയുടെ ഓരോ തുരങ്കവും ഓരോ രഹസ്യവഴിയും അയാൾക്ക് സ്വന്തം കൈരേഖ പോലെ പരിചിതമായിരുന്നു. ഒരപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അയാളെ ഒരു വിലയുമില്ലാത്തവനായി കമ്പനി പുറത്താക്കി. ഇപ്പോൾ
തുറമുഖത്തിനടുത്തുള്ള ഒരു ചെറിയ കുടിലിൽ ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്നു അയാൾ. അവന്റെ മനസ്സിൽ മാർസെല്ലിയോട് തീരാത്ത പകയുണ്ടായിരുന്നു. ലൂക്ക പിയട്രോയുടെ കുടിലിൽ ചെന്നപ്പോൾ ആ വൃദ്ധൻ സംശയത്തോടെയാണ് അവനെ നോക്കിയത്. "നിനക്കെന്താണ് വേണ്ടത്?" "ബ്ലാക്ക് ഹോളോ," ലൂക്ക ഒറ്റവാക്കിൽ പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ പിയട്രോയുടെ കണ്ണുകൾ ജ്വലിച്ചു. വർഷങ്ങളായി അവൻ അടക്കിവെച്ച വെറുപ്പും വേദനയും ആ നോട്ടത്തിലുണ്ടായിരുന്നു. "ആ നരകത്തെക്കുറിച്ച് എന്തിനാണ് നീ ചോദിക്കുന്നത്?" "അതിനെ നശിപ്പിക്കാൻ," ലൂക്ക പറഞ്ഞു. "മാർസെല്ലിയുടെ ആയുധശേഖരം അവിടെയാണ്. അതെവിടെയാണെന്ന് കൃത്യമായി പറയാൻ നിനക്കേ കഴിയൂ. ആ തുരങ്കങ്ങളുടെ ഒരു ഭൂപടം നിന്റെ ഓർമ്മയിലുണ്ട്." പിയട്രോ ഒരുപാട് നേരം ഒന്നും മിണ്ടിയില്ല. അവൻ തന്റെ നഷ്ടപ്പെട്ട കാലിലേക്ക് നോക്കി, പിന്നെ ലൂക്കയുടെ കണ്ണുകളിലേക്ക്. ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലും അതേ പകയുടെ തീ അവൻ കണ്ടു. "ഞാൻ നിന്നെ സഹായിക്കാം," അയാളൊടുവിൽ പറഞ്ഞു. "ആ ചെകുത്താന്റെ കോട്ട തകർന്നടിയുന്നത് എനിക്ക് കാണണം." അങ്ങനെ ആ അസാധാരണമായ സംഘം രൂപപ്പെട്ടു. ഒരു മദ്യപാനിയായ പൈലറ്റ്, ഒരു തെരുവ് പയ്യൻ, ഒരു മുടന്തനായ ഖനിത്തൊഴിലാളി, പിന്നെ ഭൂതകാലം വേട്ടയാടുന്ന ഒരു കൊലയാളിയും. അവർ 4 പേരും സമൂഹത്തിന്റെ പുറന്തള്ളപ്പെട്ടവർ. പക്ഷേ അവരൊരുമിച്ചപ്പോൾ അവർ ബെല്ലാവെന്നയുടെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു ശക്തിയായി മാറി. ഡോൺ റാഫേൽ അവർക്ക് വേണ്ട പണവും സ്ഫോടക വസ്തുക്കളും രഹസ്യമായി നൽകി. അവർ ഒത്തുചേർന്നു ഒരു പഴയ വെയർഹൌസിൽ വെച്ച് ചാരത്തിൽ ഒരു പദ്ധതി വരയ്ക്കാൻ തുടങ്ങി. ഡോൺ റാഫേൽ അവർക്ക് വേണ്ട പണവും സ്ഫോടക വസ്തുക്കളും രഹസ്യമായി നൽകി. അവർ ഒത്തുചേർന്നു ഒരു പഴയ വെയർഹൌസിൽ വെച്ച് ചാരത്തിൽ ഒരു പദ്ധതി വരയ്ക്കാൻ തുടങ്ങി. ഉപേക്ഷിക്കപ്പെട്ട ആ വെയർഹൌസ് അവരുടെ രഹസ്യ സങ്കേതമായി മാറി. പുറംലോകത്തിന് അതൊരു ജീർണിച്ച കെട്ടിടം മാത്രമായിരുന്നു. എന്നാൽ അകത്ത് ബെല്ലാവെന്നയുടെ ഭാവി നിർണയിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുകയായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ഒരു വലിയ മേശയ്ക്ക് ചുറ്റും ആ 4 പേര് ഇരുന്നു. മേശപ്പുറത്ത് പിയട്രോ ഓർമ്മയിൽ നിന്നു വരച്ച ബ്ലാക്ക് ഹോളോ ഖനിയുടെ ഒരു വലിയ ഭൂപടം വിടർത്തിവെച്ചിരുന്നു. പെൻസിൽ കൊണ്ടും കരിക്കട്ടുകൊണ്ടും വരച്ച ആ ഭൂപടം ഒരു ചിലന്തിവല പോലെ സങ്കീർണമായിരുന്നു. പിയട്രോയുടെ വിറയ്ക്കുന്ന വിരൽ ഭൂപടത്തിലെ ഓരോ തുരങ്കത്തിലൂടെയും സഞ്ചരിച്ചു. "മാർസെല്ലി വിഡ്ഢിയല്ല," അയാൾ പറഞ്ഞു. ശബ്ദം ഒരു ഗർജനം പോലെയായിരുന്നു. "അവൻ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് പ്രധാന തുരങ്കങ്ങളിലായിരിക്കില്ല. രക്ഷപ്പെടാനുള്ള വഴികളിലോ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന സ്ഥലങ്ങളിലോ ആയിരിക്കില്ല. അവൻ തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും മറന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു ഭാഗമായിരിക്കും." അയാളുടെ വിരൽ ഭൂപടത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് നിന്നു. സെക്ഷൻ 7. "ഇവിടെ. ഇതാണ് പിശാചിന്റെ അറ." ലൂക്ക ആ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ പേര് കേട്ടപ്പോൾ അവന്റെ ഉള്ളിലൊരു തണുപ്പരിച്ചു കയറി. അവിടെ എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വലിയ അപകടമുണ്ടായി. മീഥേൻ ഗ്യാസ് ചോർച്ച. ഒരുപാട് പേർ മരിച്ചു. അതിനുശേഷം ആ ഭാഗം പൂർണ്ണമായി അടച്ചു. ആരും അങ്ങോട്ട് പോകാറില്ല. ഖനിയിലെ പ്രേതങ്ങൾ അവിടെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. മാർഷല്ലിയെപ്പോലെ ഒരുത്തിന് തന്റെ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം കിട്ടാനില്ല. പദ്ധതിയുടെ ഓരോ ഭാഗവും അവർ ചർച്ച ചെയ്തു. അത് കൃത്യതയും സമയബന്ധിതവുമായ ഒരു ഓപ്പറേഷനായിരുന്നു. ഒരു ചെറിയ പിഴവ് പോലും എല്ലാവരുടെയും മരണത്തിൽ കലാശിക്കും. ഫ്ലിൻ ആകാശത്തെ വഴികൾ വിശദീകരിച്ചു. ഖനിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാർഗോ വിമാനങ്ങൾ രാത്രിയിലാണ് പറക്കുന്നത്. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ അവർ താഴ്ന്നാണ് പറക്കുക. എനിക്കാ റൂട്ടുകൾ അറിയാം. നമുക്കൊരു ചെറിയ വിമാനം വേണം. മാർസെല്ലിയുടെ ആളുകൾ ശ്രദ്ധിക്കാത്ത ഒന്ന്. നമ്മൾ അവരുടെ വിമാനങ്ങളുടെ കൂട്ടത്തിലൊന്നായി ആരുമറിയാതെ അവിടെ ലാൻഡ് ചെയ്യണം. ലിയോയുടെ ഊഴമായിരുന്നു അടുത്തത്. അവൻ ഖനിയുടെ പുറമേയുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. കാവൽക്കാർ കൂടുതലും പ്രധാന കവാടത്തിലും എയർ സ്ട്രിപ്പിലുമാണ് ശ്രദ്ധിക്കുന്നത്. പഴയ വെന്റിലേഷൻ ഷാഫ്റ്റുകളുടെ ഭാഗത്ത് കാവൽ കുറവാണ്. ഞാൻ കുറച്ചു ദിവസമായി അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ആർക്കും ഒരു സംശയവുമില്ല. സ്ഫോടക വസ്തുക്കൾ അകത്തേക്ക് കടത്താൻ ആ വഴികൾ ഉപയോഗിക്കാം. അവന്റെ ചെറിയ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. പദ്ധതി ഇതായിരുന്നു.
ഫ്ലിൻ ഓടിക്കുന്ന ചെറിയ വിമാനത്തിൽ ലൂക്കയും സ്ഫോടക വസ്തുക്കളുമായി ഖനിക്ക് സമീപം പറന്നിറങ്ങും. ലിയോ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കാവൽക്കാരുടെ ശ്രദ്ധ തിരിക്കും. ആ തക്കത്തിന് ലൂക്ക പിയട്രോ വരച്ച ഭൂപടത്തിന്റെ സഹായത്തോടെ രഹസ്യവഴിയിലൂടെ സെക്ഷൻ 7ലേക്ക് പ്രവേശിക്കും. സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച ശേഷം അതേ വഴിയിലൂടെ തിരികെ വരണം. ഫ്ലിൻ അവനായി കാത്തിരിക്കും. എല്ലാം കൃത്യമായി നടന്നാൽ സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് അവർക്ക് ബെല്ലാവെന്നയിൽ തിരിച്ചെത്താം. ഏറ്റവും അപകടം പിടിച്ചത് അകത്തു കടക്കുന്നതും പുറത്തു വരുന്നതുമാണ്. ഞാൻ അകത്തു കടന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. പിയട്രോ, എനിക്ക് സെക്ഷൻ 7ന്റെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ വേണം. എവിടെയാണ് താങ്ങുകൾ ദുർബലമായത്? എവിടെയാണ് ഗ്യാസ് പോക്കറ്റുകൾ ഉണ്ടാകാൻ സാധ്യത? എവിടെയാണ് സ്ഫോടക വസ്തുക്കൾ വച്ചാൽ ഏറ്റവും വലിയ ആഘാതമുണ്ടാകുക? പിയട്രോ കണ്ണുകൾ അടച്ചു. അവന്റെ മനസ്സ് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചു, ആ ഇരുണ്ട തുരങ്കങ്ങളിലേക്ക്. സെക്ഷൻ 7ന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ അറയുണ്ട്. ഖനിയുടെ പ്രധാന താങ്ങുകളെല്ലാം അവിടെയാണ് സംഗമിക്കുന്നത്. അവിടെയാണ് മാർസല്ലി ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഏറ്റവും സാധ്യത. ആ താങ്ങുകൾ തകർത്താൽ സെക്ഷൻ 7 മാത്രമല്ല, അതിനു മുകളിലുള്ള ഖനിയുടെ ഒരു വലിയ ഭാഗം തന്നെ ഇടിഞ്ഞു വീഴും. ആയുധങ്ങൾ മാത്രമല്ല, മാർസല്ലിയുടെ ഖനന പ്രവർത്തനങ്ങൾ തന്നെ മാസങ്ങളോളം സ്തംഭിക്കും. അവർ ഓരോ ചെറിയ കാര്യവും ചർച്ച ചെയ്തു. എത്ര സ്ഫോടക വസ്തുക്കൾ വേണം? ടൈമറുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം? ആശയവിനിമയത്തിന് എന്തു മാർഗം ഉപയോഗിക്കും? അവർക്ക് റേഡിയോ ഉപയോഗിക്കാൻ കഴിയില്ല. അത് മാർസല്ലിയുടെ ആളുകൾക്ക് കണ്ടെത്താനാകും. അതുകൊണ്ട് അവർ പഴയ രീതികൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ലൈറ്റ് സിഗ്നലുകൾ, മുൻകൂട്ടി നിശ്ചയിച്ച അടയാളങ്ങൾ. ദിവസങ്ങൾ കടന്നുപോയി. ആ വെയർഹൌസിൽ ചാരത്തിലും കൽക്കരിപ്പൊടിയിലും അവർ തങ്ങളുടെ പദ്ധതിക്ക് അന്തിമരൂപം നൽകി. അതൊരു സൈനിക പദ്ധതിയുടെ കൃത്യതയോടെയായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ പങ്ക് വ്യക്തമായിരുന്നു. അവരുടെ മുഖങ്ങളിൽ ഭയമുണ്ടായിരുന്നു. എന്നാൽ അതിലുപരി ഒരുതരം നിശ്ചയദാർഢ്യവും. അവർ വെറും കൂലിപ്പട്ടാളക്കാരായിരുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. ഫ്ലിന്നിന് തന്റെ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കണം. ലിയോയ്ക്ക് തന്നെ വിലയില്ലാത്തവനായി കണ്ട ലോകത്തോട് പ്രതികാരം ചെയ്യണം. പിയട്രോയ്ക്ക് തന്റെ നഷ്ടപ്പെട്ട ജീവിതത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി നീതി നടപ്പാക്കണം. ലൂക്കയ്ക്ക് ഇത് എല്ലാറ്റിനും ഉപരിയായിരുന്നു. ഇത് എലീനയ്ക്ക് വേണ്ടിയായിരുന്നു. ഇത് മാർക്കോയ്ക്ക് വേണ്ടിയായിരുന്നു. ഇത് ബ്ലാക്ക് ഹോളോയിൽ മരിച്ചു വീണ നൂറുകണക്കിന് ആത്മാക്കൾക്ക് വേണ്ടിയായിരുന്നു. ഖനിയുടെ ഇരുട്ടിൽ നിന്നു തുടങ്ങിയ അവന്റെ യാത്ര അതേ ഇരുട്ടിൽ അതിന്റെ പരിസമാപ്തി കണ്ടെത്താൻ പോകുകയായിരുന്നു. ചാരത്തിൽ വരച്ച ആ പദ്ധതി ഒരു നഗരത്തിന്റെ വിധിയെഴുതുന്ന തീയായി മാറാൻ ഒരുങ്ങുകയായിരുന്നു. ദൗത്യത്തിനുള്ള ദിവസം അടുത്തു. ബെല്ലവെന്നയുടെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. ദൗത്യത്തിന്റെ രാത്രി വന്നെത്തി. ആകാശത്ത് ചന്ദ്രനുണ്ടായിരുന്നില്ല. കറുത്ത മേഘങ്ങൾ നക്ഷത്രങ്ങളെ മറച്ചിരുന്നു. ബെല്ലവെന്ന ഉറങ്ങുകയായിരുന്നു. പക്ഷേ ആ ഉറക്കത്തിനു താഴെ 4 മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഫ്ലിൻ സംഘടിപ്പിച്ച ചെറിയ പഴയ കാർഗോ വിമാനം ഒരൊഴിഞ്ഞ എയർ സ്ട്രിപ്പിൽ എഞ്ചിൻ മുരൾച്ചയോടെ തയ്യാറായി നിന്നു. ലിയോ അവസാനവട്ട വിവരങ്ങൾ നൽകി. കാവൽക്കാരുടെ ഷിഫ്റ്റ് മാറുന്ന സമയം ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. നമുക്ക് കൃത്യം 15 മിനിറ്റ് കിട്ടും. അതിനുള്ളിൽ ലൂക്കയ്ക്കകത്ത് കിടക്കണം. ലൂക്കസ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ബാഗ് തോളിലിട്ടു. അവൻ കറുത്ത വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്, രാത്രിയുടെ ഇരുട്ടിൽ അലിഞ്ഞുചേരാൻ പാകത്തിന്. അവന്റെ മുഖം നിർവികാരമായിരുന്നു, പക്ഷേ അവന്റെ കണ്ണുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവൻ പിയട്രോയുടെ അടുത്തേക്ക് ചെന്നു. ആ വൃദ്ധൻ അവന് ഭൂപടത്തിന്റെ ഒരു ചെറിയ കോപ്പി കൈമാറി. ഓർമ്മയുണ്ടാകണം ലൂക്ക. പിയട്രോയുടെ ശബ്ദം വിറച്ചു. സെക്ഷൻ 7ലെ വായു വിഷമയമായിരിക്കാം. അധിക സമയം അവിടെ നിൽക്കരുത്. ജോലി തീർക്കുക, പുറത്തുവരിക. ലൂക്ക തലയാട്ടി. അവൻ തിരിഞ്ഞു വിമാനത്തിലേക്ക് നടന്നു. പോകുന്നതിനു മുൻപ് അവൻ ഒരു നിമിഷം നിന്നു. അവന്റെ മനസ്സ് എലീനയുടെ അടുത്തേക്ക് പാഞ്ഞു. ഈ ദൗത്യം വിജയിച്ചാൽ അവൾ സുരക്ഷിതയാകും. പക്ഷേ താൻ തിരികെ വരുമോ എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നില്ല. ഒരുപക്ഷേ ഇതായിരിക്കാം അവസാനം. വിമാനം ആകാശത്തേക്കുയർന്നു. അത് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് തിരമാലകളെ തൊട്ടുതൊട്ടില്ല എന്ന മട്ടിൽ താഴ്ന്നു പറന്നു. ഫ്ലിന്നിന്റെ കൈകൾ നിയന്ത്രണങ്ങളിൽ ഉറച്ചുനിന്നു. വർഷങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും ഒരു പൈലറ്റായി മാറിയിരുന്നു.
അവന്റെ കണ്ണുകളിൽ മദ്യത്തിന്റെ മയക്കമായിരുന്നില്ല, ദൗത്യത്തിന്റെ തീവ്രതയായിരുന്നു. അവർ ബ്ലാക്ക് ഹോളോയുടെ അടുത്തേക്കെത്തിയപ്പോൾ ലൂക്കയുടെ ഹൃദയം ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. താഴെ ഖനിയുടെ വിളക്കുകൾ ഒരു ഭീകരജീവിയുടെ കണ്ണുകൾ പോലെ തിളങ്ങി. വർഷങ്ങൾക്ക് മുൻപ് താൻ ഓടി രക്ഷപ്പെട്ട അതേ സ്ഥലം. ഓർമ്മകൾ ഒരു വേലിയേറ്റം പോലെ അവന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി. മാർക്കോയുടെ മുഖം, വെടിയൊച്ച, രക്തത്തിന്റെ ഗന്ധം. അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. നിനക്കുവേണ്ടി സഹോദരാ, അവൻ മനസ്സിൽ മന്ത്രിച്ചു. ഫ്ലിൻ വിമാനം ഒരൊഴിഞ്ഞ പുൽമേട്ടിൽ അതിവിദഗ്ധമായി ഇറക്കി. എഞ്ചിൻ ഓഫ് ചെയ്തപ്പോൾ ചുറ്റും ചീവീടുകളുടെ ശബ്ദം മാത്രം. ലിയോയുടെ സിഗ്നലിനായി അവർ കാത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ ഖനിയുടെ ഭാഗത്തു നിന്നൊരു ചെറിയ കോലാഹലം കേട്ടു. ലിയോ തന്റെ ജോലി തുടങ്ങിയിരുന്നു. ഇതാണ് സമയം, ഫ്ലിൻ പറഞ്ഞു. പോയിട്ട് വാ. ലൂക്ക വിമാനത്തിൽ നിന്നിറങ്ങി ഇരുട്ടിലേക്കോടി. അവൻ കാടിന്റെ മറപറ്റി പിയട്രോ പറഞ്ഞുകൊടുത്ത പഴയ വെന്റിലേഷൻ ഷാഫ്റ്റിന്റെ അടുത്തേക്ക് നീങ്ങി. തുരുമ്പിച്ചതിന്റെ അടപ്പ് തുറക്കാൻ അവൻ തന്റെ സർവ്വശക്തിയും എടുത്തു. ഒരു ഞരക്കത്തോടെ അത് തുറന്നു. താഴേക്ക് കൂരിരുട്ടായിരുന്നു. ഒരു കയറിന്റെ സഹായത്തോടെ അവൻ ആഴങ്ങളിലേക്കിറങ്ങി. തുരങ്കത്തിനുള്ളിലെ തണുപ്പ് അവനെ പൊതിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപുള്ള അതേ ഗന്ധം, ഈർപ്പവും കൽക്കരിയും പിന്നെ ഭയവും. അവൻ തലയിലെ വിളക്ക് തെളിച്ചു. അതിന്റെ ഇടുങ്ങിയ പ്രകാശവലയത്തിൽ തുരങ്കം ഒരനന്തമായ പാമ്പിനെപ്പോലെ മുന്നോട്ട് നീണ്ടുകിടന്നു. അവന്റെ കാൽക്കീഴിൽ മാർക്കോയുടെ രക്തം വീണ മണ്ണ് ഇപ്പോഴും നനവുള്ളതുപോലെ അവന് തോന്നി. അവൻ പിയത്രോയുടെ ഭൂപടം നോക്കി സെക്ഷൻ 7 ലക്ഷ്യമാക്കി നടന്നു. അവന്റെ ഓരോ ചവിടും ഒരു ഓർമ്മകളുടെ ശവപ്പറമ്പിലൂടെയായിരുന്നു. ഇവിടെ വെച്ചാണ് അവർ വിശ്രമിച്ചിരുന്നത്, സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. ആ വളവിൽ വെച്ചാണ് കാവൽക്കാരനെ ആദ്യമായി കണ്ടത്. ഓരോ ഇഞ്ചിലും ഭൂതകാലം പതിഞ്ഞുകിടന്നു. സെക്ഷൻ 7 പ്രവേശന കവാടം മരപ്പലകകൾ കൊണ്ട് അടച്ചിരുന്നു. അപകടം എന്ന് ചുവന്ന അക്ഷരങ്ങളിൽ എഴുതിവച്ചിരുന്നു. ലൂക്ക പലകകൾക്കിടയിലൂടെ മൂഴ്ഞ്ഞു കടന്നു. അകത്തെ വായുവിന് കനമുണ്ടായിരുന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. പിയട്രോ പറഞ്ഞതുപോലെ അതൊരു ശവപ്പറമ്പായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച ഉപകരണങ്ങൾ, തുരുമ്പിച്ച പിക്കാസുകൾ. ഒരു കാലത്ത് ഇവിടെ ജീവനോടെയുണ്ടായിരുന്ന മനുഷ്യരുടെ ഓർമ്മക്കുറിപ്പുകൾ. അവൻ മുന്നോട്ട് നീങ്ങി പ്രധാന അറ ലക്ഷ്യമാക്കി. ഭൂപടം അവനെ വഴിതെറ്റിച്ചില്ല. ഒടുവിൽ അവൻ ആ വലിയ അറയുടെ മുന്നിലെത്തി. അതൊരു ഭീമാകാരമായ ഗുഹ പോലെയായിരുന്നു. അറയുടെ നടുവിൽ വലിയ പെട്ടികളിൽ മാർസെല്ലിയുടെ ആയുധങ്ങൾ അടുക്കിവച്ചിരുന്നു. തോക്കുകൾ, മെഷീൻ ഗണ്ണുകൾ, സ്ഫോടക വസ്തുക്കൾ. ഒരു ചെറിയ സൈന്യത്തെ മുഴുവൻ സജ്ജമാക്കാൻ വേണ്ടത്ര ആയുധങ്ങൾ. അവൻ സമയം പാഴാക്കിയില്ല. അവൻ പെട്ടികൾക്കിടയിൽ പിയട്രോ അടയാളപ്പെടുത്തിയ പ്രധാന താങ്ങുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ തുടങ്ങി. അവന്റെ വിരലുകൾ വിദഗ്ധമായി ചലിച്ചു. ഓരോ ചലനവും അവൻ മുൻകൂട്ടി പരിശീലിച്ചിരുന്നു. അവന്റെ ഹൃദയമിടിപ്പ് ശാന്തമായി. ഈ നിമിഷത്തിനായിട്ടായിരുന്നു അവൻ ജീവിച്ചത്. ഖനിയുടെ ഇരുട്ടിൽ, മരണത്തിന്റെ സാന്നിധ്യത്തിൽ അവനൊരു സമാധാനം അനുഭവപ്പെട്ടു. ടൈമറുകൾ സെറ്റ് ചെയ്യുമ്പോൾ അവനൊരു നിമിഷം നിന്നു. അവന്റെ കണ്ണുകൾ അറയുടെ മുകളിലേക്ക് നീണ്ടു. ഈ പാറകൾക്ക് താഴെയാണ് താൻ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ചത്. ഇവിടെയാണ് തന്റെ സഹോദരനെ നഷ്ടപ്പെട്ടത്. ഈ ഇരുട്ടാണ് തന്നെ ഇന്നത്തെ ആളാക്കി മാറ്റിയത്. അവൻ അവസാനത്തെ ചാർജും സ്ഥാപിച്ചു. ഇനി തിരികെ പോകണം. പക്ഷേ എന്തോ ഒന്നവനെ പിന്നോട്ട് വലിച്ചു. ഈ നരകത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാനുള്ള ഒരു അവസരം, എല്ലാം ഇവിടെ അവസാനിപ്പിക്കാനുള്ളൊരു പ്രേരണ. അവൻ തന്റെ കയ്യിലെ ഡിറ്റോണേറ്ററിലേക്ക് നോക്കി. ഒരു വിരലമർത്തിയാൽ മതി, എല്ലാം അവസാനിക്കും. മാർസെല്ലി, കവലാനെ, ഈ രക്തച്ചൊരിച്ചിൽ, എല്ലാം. ആ നിമിഷം സെക്ഷൻ 7 ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയിൽ ലൂക്കയുടെ മനസ്സിൽ എലീനയുടെ മുഖം തെളിഞ്ഞു. അവളുടെ കണ്ണുകളിലെ പ്രകാശം, അവളുടെ പുഞ്ചിരി. താൻ മരിച്ചാൽ അവൾ വീണ്ടും ആ സ്വർണ്ണക്കൂട്ടിൽ തനിച്ചാകും. ഒരുപക്ഷേ ഡോൺ റഫേലിന്റെ ലോകം അവളെ കൂടുതൽ അപകടത്തിലാക്കും. സ്വതന്ത്രനായി ജീവിക്കണം. മാർക്കോയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. അത് തനിക്കുവേണ്ടിയായിരുന്നില്ല, തന്നിലൂടെ മറ്റൊരാൾക്കെങ്കിലും ആ സ്വാതന്ത്ര്യം ലഭിക്കണം എന്നായിരുന്നു അവൻ അർത്ഥമാക്കിയത്. ആ തിരിച്ചറിവ് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല. അവൻ തിരിഞ്ഞു, വന്ന വഴിയിലൂടെ തിരികെ ഓടാൻ തുടങ്ങി. ടൈമറിലെ അക്കങ്ങൾ വേഗത്തിൽ പിന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. അവന്റെ ശ്വാസം കിതച്ചു. ഓർമ്മകൾ നിറഞ്ഞ ആ ഇടനാഴികളിലൂടെ അവൻ ഓടി. ഓരോ ചുവടും മരണത്തിൽ നിന്നകലേക്കുള്ളതായിരുന്നു. തുരങ്കത്തിന്റെ അറ്റത്ത് വെന്റിലേഷൻ ഷാഫ്റ്റിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കയർ അവൻ കണ്ടു. അതാണ് രക്ഷപ്പെടാനുള്ള വഴി. അവൻ കയറിൽ പിടിച്ചു മുകളിലേക്ക് കയറാൻ തുടങ്ങി. പേശികൾ വേദനിച്ചു. ശ്വാസകോശം കത്തിയെരിയുന്നതുപോലെ തോന്നി. അവൻ മുകളിലെത്തി.
ഷാഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ചാടി. ആ ശുദ്ധവായു അവന്റെ ജീവിതത്തിൽ അന്നുവരെ ശ്വസിച്ചതിൽ വെച്ച് ഏറ്റവും മധുരമുള്ളതായിരുന്നു. അവൻ ഫ്ലിന്നിന്റെ അടുത്തേക്കോടി. വിമാനത്തിന്റെ എഞ്ചിൻ വീണ്ടും മുരണ്ടു തുടങ്ങിയിരുന്നു. ലൂക്ക വിമാനത്തിലേക്ക് ചാടിക്കയറിയതും ഫ്ലിൻ വിമാനം ആകാശത്തേക്ക് ഉയർത്തിയതും ഒരുമിച്ചായിരുന്നു. അവർ മുകളിലേക്കുയർന്നപ്പോൾ ലൂക്ക താഴേക്ക് നോക്കി. ആ കറുത്ത ഭൂമിയിലേക്ക്, തന്റെ ഭൂതകാലത്തിന്റെ ശവകുടീരത്തിലേക്ക്. അവന്റെ കയ്യിലെ ഡിറ്റനേറ്ററിലേക്ക് അവൻ നോക്കി. സമയം ഏതാണ്ട് അവസാനിച്ചിരുന്നു. അവൻ അവസാനമായി ആ കുന്നുകളിലേക്ക് നോക്കി. ഖനിയുടെ ഇരുട്ടിൽ നിന്ന് കേട്ട നിലവിളികൾ, വെടിയൊച്ചകൾ, മാർക്കോയുടെ അവസാനത്തെ ശ്വാസം എല്ലാം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു, ആരും കേൾക്കാനില്ലാതെ, കാറ്റിനോട് മാത്രമായി. ഇരുട്ടിൽ ജീവിച്ച ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കുഴിച്ചുമൂടാനാവില്ല. അവൻ ബട്ടണമർത്തി. ഒരു നിമിഷത്തെ നിശബ്ദത, പിന്നെ ഭൂമിയൊന്ന് കുലുങ്ങി. ബ്ലാക്ക് ഹോളയുടെ ഹൃദയത്തിൽ നിന്നൊരു ഗർജനമുയർന്നു. ഭൂമിയുടെ ഉപരിതലം ഭേദിച്ച് തീയും പുകയും ആകാശത്തേക്കൊരു കൂണുപോലെ ഉയർന്നു. ആ സ്ഫോടനം രാത്രിയെ പകലാക്കി. ബെല്ലവെന്ന നഗരം മുഴുവൻ ആ പ്രകാശത്തിൽ കുളിച്ചു, ആ പ്രകമ്പനത്തിൽ വിറച്ചു. ഖനിയുടെ ഒരു വലിയ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നതിന്റെ ശബ്ദം ഒരു ഭൂകമ്പം പോലെ മുഴങ്ങി. മാർസെല്ലിയുടെ ആയുധശാഖയും അതോടൊപ്പം അവന്റെ അധികാരത്തിന്റെ അടിത്തറയും ആ തീഗോളത്തിൽ എരിഞ്ഞമർന്നു. വിമാനം ബെല്ലവെന്ന എന്ന നഗരത്തിനു മുകളിലൂടെ പറക്കുമ്പോൾ താഴെ നഗരമുണർന്നിരുന്നു. സൈറണുകൾ മുഴങ്ങി. ആളുകൾ പരിഭ്രാന്തരായി തെരുവിലിറങ്ങി. ആ കുഴപ്പങ്ങൾക്കിടയിൽ അവർ ആരും അറിയാതെ ലാൻഡ് ചെയ്തു. ലിയോയും പിയട്രോയും അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ മുഖങ്ങളിൽ ഭയവും ആശ്വാസവും കലർന്നിരുന്നു. ആ സ്ഫോടനം ബെല്ലവെന്നയെ മാറ്റിമറിച്ചു. മാർസെല്ലി സാമ്രാജ്യം ഒറ്റ രാത്രി കൊണ്ട് തകർന്നു. അവരുടെ ശക്തിയുടെ ഉറവിടം നഷ്ടപ്പെട്ടു. ഡോൺ റഫേൽ കവലാന്റെ ആ അവസരം മുതലെടുത്തു. മാർസെല്ലിയുടെ തകർച്ചയോടെ കവലാന്റെ ബെല്ലവെന്നയുടെ ഏക അധിപനായി മാറി. പക്ഷേ ആ വിജയം ആഘോഷിക്കാൻ ലൂക്ക അവിടെയുണ്ടായിരുന്നില്ല. ദൗത്യം കഴിഞ്ഞ് ആരും കാണാതെ അവൻ അപ്രത്യക്ഷനായി. അവൻ ഡോൺ റഫേലിനോടോ തന്റെ സംഘാംഗങ്ങളോടോ യാത്ര പറഞ്ഞില്ല. അവൻ വന്നതുപോലെ ഒരു നിഴലായി അവൻ ആ നഗരം വിട്ടു. ദിവസങ്ങൾക്ക് ശേഷം എലീനയുടെ മുറിയിൽ ഒരു കത്തെത്തി. ആരും കാണാതെ അവളുടെ ജനൽപ്പടിയിൽ ആരോ വെച്ചുപോയതായിരുന്നു അത്. അവളുടെ പേര് മാത്രം എഴുതിയ ഒരു കവർ. വിറയ്ക്കുന്ന കൈകളോടെ അവളത് തുറന്നു. അതിൽ ലൂക്കയുടെ കൈപ്പടയിൽ കുറച്ചു വാക്കുകൾ മാത്രം. എനിക്കൊരിക്കലും സ്വതന്ത്രനായി ജീവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരുപക്ഷേ ഇപ്പോൾ നിനക്ക് കഴിയും. ആ വാക്കുകൾ വായിക്കുമ്പോൾ അവളുടെ കണ്ണുനീർ ആ കടലാസിൽ വീണ് പടർന്നു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ ഉദയസൂര്യന്റെ സ്വർണ്ണനിറം പരന്നിരുന്നു. ബെല്ലവെന്ന നഗരം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുകയായിരുന്നു. 2 മാഫിയ കുടുംബങ്ങളുടെ ഇരുണ്ട നിഴലിൽ നിന്ന് മോചിതമായ ഒരു പ്രഭാതം. ലൂക്ക റൊമാനോ എന്ന ഖനിത്തൊഴിലാളി ആ നഗരത്തിന് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം. അവൻ എവിടെയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ അവന്റെ ആത്മാവ് ആ കാറ്റിലുണ്ട് എന്നവൾ വിശ്വസിച്ചു. അങ്ങനെ ബെല്ലവെന്നയുടെ കഥകളിൽ ഒരു പുതിയ അധ്യായം എഴുതിച്ചേർക്കപ്പെട്ടു. നഗരത്തെ വിഴുങ്ങിയ 2 ഭീമാകാരമായ കുടുംബങ്ങളെ തകർത്തെടിഞ്ഞ ആ രാത്രിയെക്കുറിച്ച് ആളുകൾ അടക്കം പറഞ്ഞു. ഒരു പേരുപോലുമില്ലാത്ത, മുഖമില്ലാത്ത ഒരു രക്ഷകന്റെ കഥ. ഖനിയിലെ പ്രേതങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നീതി നടപ്പാക്കിയതാണെന്ന് ചിലർ വിശ്വസിച്ചു. കാലം കടന്നുപോയി. നഗരം പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവന്നു. എന്നാൽ ചില ഓർമ്മകൾ മായാതെ നിന്നു. തുറമുഖത്തെ ബാറിലിരുന്ന് വില കൂടിയ മദ്യം ആസ്വദിക്കുന്ന ഫ്ലിൻ ഇടയ്ക്ക് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കും. തെരുവിൽ പന്ത് കളിക്കുന്ന കുട്ടികൾക്കിടയിൽ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ ലിയോ പഴയതൊന്നും മറക്കാതെ പുതിയൊരു ജീവിതം നയിച്ചു. പിയട്രോ തന്റെ കുടിലിന്റെ പൂമുഖത്തിരുന്ന് ദൂരെ ബ്ലാക്ക് ഹോളോയുടെ തകർന്ന കുന്നുകളിലേക്ക് നോക്കി സമാധാനത്തോടെ നെടുവീർപ്പിട്ടു. എലീന തന്റെ സ്വർണ്ണക്കൂട് ഉപേക്ഷിച്ച് ലോകത്തേക്ക് പറന്നു. അവൾ സംഗീതം പഠിച്ചു, ലോകം ചുറ്റി സഞ്ചരിച്ചു. ഓരോ പുതിയ നഗരത്തിലും ഓരോ ജനക്കൂട്ടത്തിലും അവൾ ആ നിശബ്ദനായ മനുഷ്യനെ തിരഞ്ഞു. അവന്റെ കണ്ണുകളിലെ ആഴം, അവന്റെ വാക്കുകളിലെ വേദന, അവന്റെ സ്പർശത്തിലെ സൗമ്യത. അവൾക്കറിയാമായിരുന്നു അവനെ കണ്ടെത്താനാവില്ലെന്ന്. ചില ആത്മാക്കൾക്ക് വിശ്രമിക്കാൻ ഒരിടമുണ്ടാവില്ല. അവർ കാറ്റുപോലെയാണ്, എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നു. പക്ഷേ അവർ കടന്നുപോയ വഴികളിൽ അവർ മാറ്റത്തിന്റെ വിത്തുകൾ പാകിയിട്ടുണ്ടാകും. ലൂക്ക അവൾക്ക് നൽകിയതൊരു പ്രണയമായിരുന്നില്ല, അതിലും വലുതായിരുന്നു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന്റെ ചിറകിലേറി
അവൾ ജീവിച്ചു. അവനുവേണ്ടി, അവർ ഒരുമിച്ച് കണ്ട സ്വപ്നത്തിനു വേണ്ടി. ഈ നീണ്ട യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.